പക്ഷേ 1400 കൊല്ലം മുമ്പ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, നിങ്ങളൊരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സമ്മതം ചോദിക്കാതെ കയറി വരരുതെന്ന് കാല റസൂലുള്ളാഹ്. സ്വന്തം വീട്ടിലേക്കാണ് കയറി വരുന്നതെങ്കിലും ഭാര്യയോട് സലാം പറഞ്ഞ് സമ്മതം ചോദിക്കണോ? അന്യ വീട്ടിലേക്ക് കയറുമ്പോ സമ്മതം ചോദിക്കണോ? 1400 കൊല്ലം മുമ്പ് റസൂലുള്ള നമ്മളോട് പറഞ്ഞത് അമേരിക്കക്കാരൻ ഫോളോ ചെയ്തു, ഇംഗ്ലീഷുകാരൻ അഡ്മിറ്റ് ചെയ്തു. അവന്റെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു പറയാണ്, മേ ഐ കമിങ് സാർ, യെസ് കമിങ് എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് അതിനെ ട്രാൻസ്ലേഷൻ ചെയ്തു മാറ്റി. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകന്മാരോട്, യുവാക്കളോട് അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളോട് പറയാണ്, അല്ലാഹുവിന്റെ മതം പരിപൂർണ മതമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിലേക്ക് നമ്മൾ കടന്നു വരണോ. എല്ലാത്തിനും നിയമമുണ്ട്. അത് നമ്മളിന്ന് കട്ടുകൊണ്ടുപോയിട്ടാണ് ചിലർ പതുക്കുന്നത്. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഒരു ദിവസം വയലും ഇല്ല, സിറ്റിങ്ങും ഇല്ലാത്ത ദിവസം, ഒരു ദിവസം ഞമ്മക്കും മണ്ടല്ലോ വീട്ടിൽ കിടന്നുറങ്ങുക. എന്നും വയതിനും സിറ്റിങ്ങിനും പോയാൽ പെണ്ണുങ്ങൾ പിടിച്ച് പാടി പുറത്താക്കും. ഇന്നലി നഫ്സിക അലൈക ഹഖ, നിന്റെ ഭാര്യയോട് നിനക്കൊരു ഹക്കുണ്ട്, നിന്റെ ശരീരത്തോട് നിനക്കൊരു ഹക്കുണ്ട്, നിന്റെ മക്കളോട് നിനക്കൊരു ഹക്കുണ്ട്, സമുദായത്തോട് നിനക്കൊരു ഹക്കുണ്ട്. ഓരോരുത്തരോടും ചെയ്യേണ്ട ബാധ്യത ഓരോരുത്തരോട് വീട്ടണം. അത് ഇസ്ലാം മതം വളരെ വ്യക്തമായി പഠിപ്പിച്ച പദം. അപ്പൊ ഒരു ദിവസം വീട്ടിൽ കിടക്കുകയാണ്. അന്ന് വയലില്ല, സിറ്റിങ്ങും ഇല്ല, ഗവൺമെന്റ് ഡ്യൂട്ടിയൊന്നും ഇല്ല, ഒരു ലീവാ. 11:30 മണിയായിക്കാണ് രാത്രി. അപ്പോഴ് ഫോൺ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മൊബൈലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്റെ മൊബൈൽ ഗവൺമെന്റ് ഔദ്യോഗിക മൊബൈൽ ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ല, നിയമമാണ്. അപ്പൊ 11:30 മണിക്ക് എടുത്ത് നോക്കുമ്പോ പരിചയമുള്ള നമ്പറല്ല, വായനേൽപ്പിക്കാനല്ല. 11:30 മണിക്ക് ആരെങ്കിലും വിളിച്ച് ഉസ്താദിന് വായന ഒഴിവുണ്ടോ എന്ന് ചോദിക്കാറില്ല. ഗൾഫിലൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. നമ്മുടെ അസീസിക്കൊക്കെ അന്ന് ലാഞ്ചിക്ക് ഗൾഫിൽ പോയൊരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഗൾഫുകാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഈ ഫോൺ കിട്ടിയപ്പോ ഒരു 2 മണിക്ക് ഗൾഫുകാർ 12 മണി, ഒരു മണിന്റെ ശേഷം 4 മണി വരെ നല്ല ഉറക്കിന്റെ സമയമാണ് ഗൾഫിലൊക്കെ. അപ്പോ അവനെ മനഃപൂർവ്വം ഒന്ന് കയറാക്കാൻ വേണ്ടി ഒരു പരിപാടിയുണ്ട്. ഒരു 3:30 മണിയായ ഒരു ഫോൺ അടിക്കും, ഒരു 3 അടി. ഹലോ, ആരാ? അഹമ്മദ, നിങ്ങൾ ഉറങ്ങിയിരുന്നില്ലേ? അത് ശരി, നിങ്ങൾ ഉറങ്ങാതെ അറിഞ്ഞില്ല, എന്നാ ഉറങ്ങിക്കോളിട്ടോ, ഞാൻ വെച്ചു. അവന്റെ ഉറക്കം പോയി. വേറെ മേട്ടറൊന്നുമില്ല, നിങ്ങൾ ഉറങ്ങിയിരുന്നില്ല, അറിയാതെ വിളിച്ചാ സോറി, എന്നാ നിങ്ങൾ ഉറങ്ങിക്കോളി. പിന്നെ ഇവിടുന്ന് ഉറങ്ങാനാ കഴിഞ്ഞില്ല, കത്തിക്കല് കഴിഞ്ഞു. അവനറിയാം ഗൾഫിൽ 1 to 4 വരെ ഉറക്കാണ്, ഉറക്ക് വിസ അടിച്ചു കിടക്കുന്ന സമയമാണ് 1 to 4 വരെ എന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ 11:30 മണിക്ക് വിളിക്കുമ്പോ പരിചയമില്ലാത്ത നമ്പറാണെങ്കിലും ചിലപ്പോ വല്ല അത്യാഹിതം കൊണ്ടോ വല്ല വിഷമോ വല്ല എന്തെങ്കിലും പുലിവാലാവുന്നറിയാം, അല്ലെങ്കിൽ വല്ല മരണോ അങ്ങനെയൊക്കെ അല്ലാതെ ഈ സമയത്ത് ഒരാൾ വിളിക്കത്തില്ല. ഫോൺ എടുത്തു, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ സംഗതി അമ്മന്റെ ആൾക്കാരാന്ന് മനസ്സിലായി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സാർ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ തുടങ്ങിയ. ഇതൊന്നല്ല, അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞത്. സലാം അടക്കിയതിന് ശേഷം എവിടുന്ന മോനെ? ഞാൻ ഫോർട്ട് കൊച്ചി എന്ന് വിളിക്കുക ഉസ്താദെ. എറണാകുളത്ത് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഫോർട്ട് കൊച്ചി. ആ ഫോർട്ട് കൊച്ചി എന്ന് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? ഉസ്താദെ, ഞങ്ങളൊക്കെ വലിയ വിഷമത്തിലാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മോനെ എൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് അയ്യോ അതോ മൊത്തം അല്ല, ഞങ്ങളുടെ നാട്ടിലാകെ പ്രശ്നമാണ്. എന്താ അവിടെ വല്ല ഈ ഗ്രൂപ്പീസോ വല്ല തല്ലുവായ്ക്ക? അതൊന്നല്ല ഉസ്താദ്, ഇതെല്ലാരും വലിയ പ്രശ്നത്തിലാണ്. എറണാകുളത്തെ ഫ്ലാറ്റിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി ഓടുകയാണ്. ഞങ്ങളൊക്കെ വീടിന്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറാൻ ധൈര്യമില്ല. ഞാൻ ചോദിച്ചു, മോനെ എന്താ പ്രോബ്ലം, പ്രശ്നം എന്താന്ന് പറയാന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ TV നോക്കിയോ? ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ മറ്റു ചാനലിലും അതാ എഴുതി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ എഴുതി കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ആകാശത്തുനിന്ന് തീയ് ഫോർട്ട് കൊച്ചിയിൽ വീണിരിക്കുന്നു, ആകാശത്തുനിന്ന് തീയ് വീണിരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? ഉസ്താദെ, എന്തെങ്കിലും ആയത്ത് ചെല്ലാണ്ടോ? തീ വീഴാതിരിക്കാൻ എന്തെങ്കിലും ആയത്ത് ചെല്ലാണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി വിളിക്കുന്നത്. ആകാശത്തുനിന്ന് തീ വീണതിന് ഇനി വരാതിരിക്കാൻ എന്തെങ്കിലും ആയത്ത് ഓതാനുണ്ടോ? ഇത് പറഞ്ഞിട്ടാ വിളി. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോനെ, ഫ്ലാറ്റിൽ നിന്ന് ഓടിയാലും കടലിലേക്ക് ചാടിയാലും ആകാശമില്ലാത്ത നാടില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, നീ എവിടെയായിരുന്നാലും ശരി, നീ എവിടെ ജീവിച്ചാലും ശരി,
മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. വലോ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ, ഉരുക്ക് കോട്ടയുടെ ഉള്ളിലായാലും മരണം നിന്നെ പിടികൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ആര് എവിടെ എപ്പോൾ എങ്ങനെ മരിക്കുമെന്നതിനും തെളിവില്ല. എന്നാൽ ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തുനിന്ന് തീയ വീണാലും തീക്കട്ട വീണാലും തീയിറങ്ങി വന്നാലും പേടിക്കണ്ട, തബാറക സൂറത്ത് ഓതിയാൽ മതി. തബാറക സൂറത്ത് ഒന്ന് മറിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ കാര്യം അതിൻ്റെ അകത്തല്ല പറഞ്ഞിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ തീ വീണപ്പോ ഇറക്കിയ സൂറത്തല്ല തബാറക സൂറത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ സൂറത്തിൽ എവിടെയാണ് ആകാശത്തുനിന്ന് തീ വീഴുന്നതിനെ പറ്റി അല്ലാഹു പറഞ്ഞത്? അല്ലാഹു പറയുകയാണ്, അവലം യറൂ, അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, നീ ആകാശത്തിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം അന്തരീക്ഷത്തിലൂടെ അതാ ആകാശത്തിന്റെ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക് തീഗോളങ്ങൾ പറന്നു പോകുന്നത് നിനക്ക് കാണാം. فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഈ ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആകാശത്തുനിന്ന് ഉൽക്കഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്ന് 1400 കൊല്ലം മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ തബാറക സൂറത്ത് ഓതിക്കോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആകാശത്തുനിന്ന് തീ വന്നപ്പോ തബാറക സൂറത്ത് ഓതാൻ വേണ്ടി പറയാൻ നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്. ഞാൻ അപ് ടു ഡേറ്റ് ഒരു കാര്യം പറഞ്ഞു പോയതാണ്. ലോകത്ത് ഏതൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുവോ, ഏതൊക്കെ പ്രതിസന്ധി വരുന്നുവോ, അതിനൊക്കെ അല്ലാഹു വളരെ നേരത്തെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പ്രതിവിധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വിവരമില്ലാത്തത് കൊണ്ട്, നമുക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് ഖുർആനെ പറ്റി അറിവില്ലാത്തത് കൊണ്ട്, ഹദീസിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ട്, ഇസ്ലാമിനെ പറ്റി ബോധമില്ലാത്തത് കൊണ്ട് നമ്മൾ കേവലം മുസ്ലിം എന്ന അർത്ഥം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആഴത്തിലിറങ്ങി ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ആഴത്തിലിറങ്ങി ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിച്ചാൽ സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഷാഫി ഇമാം പറഞ്ഞെടുത്ത് നമ്മൾ എത്തുന്നത്. ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അല്ലാഹുവിന്റെ നൂറാണ് ഇൽമു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ നൂറാണ് അല്ലാഹു നമുക്ക് തരുന്ന ഇൽമ്. അത് അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ നൽകപ്പെടുകയുള്ളൂ. അല്ലാഹു തആല ഉദ്ദേശിക്കാത്തവർക്ക് അവന്റെ ഇൽമ് ലഭിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഇൽമ് കിട്ടുന്നവർ അവരാണ് യോഗ്യവാന്മാർ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ സ്ഥാപനം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ദഅവാ കോളേജ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് ശരീഅത്ത് കോളേജ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, മെഡിക്കൽ കോളേജ് അള്ളാന്റെ ഇൽമിൽ പെട്ടതാണോ? എഞ്ചിനീയറിംഗ് കോളേജ് അള്ളാന്റെ ഇൽമിൽ പെട്ടതാണോ? അതേ മോനെ, ലോകത്തെ ആദ്യത്തെ ഡോക്ടറുടെ പേര് ചൈനക്കാരനല്ല, റഷ്യക്കാരനല്ല, കൊറിയക്കാരനല്ല, അമേരിക്കക്കാരനല്ല, സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം. അലോപ്പതിയല്ല ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ ശാസ്ത്രം. ആയുർവേദമല്ല ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ ശാസ്ത്രം. ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ ശാസ്ത്രം ലുഖ്മാനുൽ ഹകീമിന്റെ മെഡിക്കൽ ശാസ്ത്രമാണ്. അതാണ് യൂനാനി മെഡിസിനായി രൂപാന്തരപ്പെട്ടത്. നമ്മുടെ മർക്കസില് യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങി. നമ്മുടെ അബ്ദുൽ ഹക്കീം അസ്ഹരി, നമ്മുടെ പൂനൂർ മർക്കസ് ഗാർഡൻ, അതിന്റെ പിതാവാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി. മറ്റു പലതിന്റെ സുന്നി രംഗത്ത് പുതിയ ചിന്തകൾ കൊണ്ടുവന്ന്
ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ബഹുമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ബാപ്പയുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട മകനാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. ഒരു യുനാനി മെഡിക്കൽ കോളേജ് നമ്മുടെ മർക്കസിൽ വന്നു. നമുക്കിവിടെ എന്നോട് അടുത്ത ദിവസം തൃശ്ശൂര് ഒരു പൊതുപരിപാടിക്ക് പോയതാ, വയതിനല്ല, ഒരു പൊതുപരിപാടിക്ക് പോയപ്പോൾ പത്രക്കാർ വന്നിട്ട് എന്നോട് 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, നിലവിളക്ക് കത്തിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് വലിയ വിവാദമാണ് നാട്ടിലിപ്പോൾ. വിളക്ക് കൊളത്തണമെന്ന് കൊളത്തണ്ടെന്നും പറഞ്ഞ് വിവാദമായിരുന്നു. അവസാനം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നമ്മുടെ സുന്നി ജമിയത്തുൽ ഉലമ അതിനെപ്പറ്റിയ തീരുമാനം വളരെ വ്യക്തമായി പറഞ്ഞു. അതോടുകൂടെ പിന്നെ നമ്മൾ അതിനങ്ങേപ്പുറത്ത് ഒന്നും നമുക്ക് പറയാൻ പാടില്ല. അതിനങ്ങേപ്പുറത്ത് ഇല്ലതാനും നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞാൽ അതിന് അന്തിമ വിധി അതാ. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, പല കൗലുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഉസ്താദുമാരൊരു തീരുമാനമെടുത്താൽ പിന്നെ അതിനങ്ങേപ്പുറത്ത് നമുക്കൊരു തീരുമാനമില്ല. അത് നമ്മുടെ അന്തിമ തീരുമാനം തന്നെയാണ്. ഇതിനെപ്പറ്റി ചോദിച്ചു. രണ്ടാമത് ഒരാള് പത്രക്കാരനോട് വന്ന് ചോദിച്ചു, സാർ ഈ യോഗ പഠിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ ഉണ്ടല്ലോ യോഗ. മോനെ നിങ്ങൾ പഠിക്കാൻ പോകണോ? ഇല്ല. യോഗ ഇങ്ങനെ കൈ ഇങ്ങനെ തൂങ്ങിയുന്ന ഒരു സൂര്യ നിസ്കാരം ഉണ്ടായില് ഇരിക്കുക, കടുക്കുക, അങ്ങനെ അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകത്താദ്യമായി കൊണ്ട് അഭ്യാസം പഠിക്കണമെന്നും അത് പഠിപ്പിച്ചതുമായ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊന്ന്, മുസ്ലിങ്ങൾക്ക് യോഗയുടെ ആവശ്യമേ ഇല്ല. പഠിക്കൽ ഹലാലാണോ ഹറാമാണോ അതവിടെ കട്ടെ, ആവശ്യമില്ലാത്ത കാര്യം പിന്നെ ഏറ്റെടുക്കണം. വേണം ആവശ്യമില്ലെങ്കിൽ പിന്നെന്തിനാ? നമ്മൾ നല്ലോണം ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. അപ്പോഴാണ് ഒരുത്തൻ പോയിട്ട് കുറച്ച് സാമ്പാറും കുറച്ച് ചോറും ഉണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു വരുന്നു. മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വയറിഞ്ഞിരിക്കുമ്പോൾ അതിന്റെ മേലെ ഈ സാധനം വലിച്ചു കെട്ടണം. വേണോ? നമുക്ക് യോഗയുടെ ആവശ്യമില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരാണോ? യോഗ വേണ്ട. തുസല്ലി ബിലാ ഖൽബിൻ സലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖബതി തളില്ലു വഖദ് അതിമം തഹാ ഗൈറാലിബി തസീദു ഇഹ്തിയാതൻ റക്അതൻ ബഅദ റക്അതി. എന്താണ് നിസ്കരിക്കുന്ന മുസ്ലിമിന് യോഗ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ റുക്കൂ ചെയ്യുന്നവനാണോ? നിങ്ങൾക്ക് ഇപ്പൊ തണ്ടല് വേദനയില്ല, ബാക്ക് പെയിൻ ഇല്ല. നിങ്ങൾ കൃത്യമായി റുക്കൂ ചെയ്യുന്നവനാണോ? നിങ്ങൾക്ക് തണ്ടല് വേദനയില്ല. നിങ്ങൾ കൃത്യമായി സുജൂദ് ചെയ്യുന്നവനാണോ? നിങ്ങൾക്ക് തലച്ചോറിന് ക്യാൻസർ വരത്തില്ല. നിങ്ങൾ കൃത്യമായി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണോ? നിങ്ങൾക്ക് വയറിന് ക്യാൻസർ വരില്ല. നിങ്ങൾ കൃത്യമായി പല്ല് തേക്കുന്നവനാണോ? നിങ്ങളുടെ വായയിൽ ക്യാൻസർ ഇല്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നിത്യമായി അത്തഹിയ്യാത്തിനിരിക്കുന്നവനാണോ? നിങ്ങൾക്ക് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. അപ്പൊ നമുക്ക് ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, പ്രഷറും ഉണ്ട്, ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഉസ്താദുമാരിലും ഉണ്ട് പലർക്കും, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, പലർക്കും ഉണ്ട്. നമ്മളൊക്കെ ഗുളിക കഴിച്ചിട്ട് അപ്പൊ നീച്ചെടുക്കട്ടെ. എന്താ കുഴപ്പം? നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞതിന്റെ സിസ്റ്റമാറ്റിക്കലി നിസ്കരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം കേട്ടോ. വെറും ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കുറച്ച് പ്രാക്ടിക്കൽ നോളജും കൂടി പഠിച്ചിട്ട് നിങ്ങൾ വാദിന്റെ ശാസ്ത്രത്തിൽ പോകാവും. ഇപ്പൊ നിസ്കാരം നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നുണ്ട് അല്ലേ? എങ്ങനെയല്ലേണ്ടത്? നമ്മൾ 90% ആൾക്കാർ എങ്ങനെ അല്ലാഹു അക്ബർ വേണമെങ്കിൽ മതി ചുരുകട്ട ഒരു കെട്ട് കറക്റ്റ് പൊസിഷൻ എങ്ങനെ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫത്ഹുൽ മുഈൻ, ഉംദ, അതുപോലെ തന്നെ മേലോട്ടുള്ള തുഹ്ഫ, നിഹായ തുടങ്ങിയ ഫഖഹിന്റെ കിതാബ് നോക്കിയാ കാണാം. എത്ര കണ്ട് കതറ് കണ്ട് അവന്റെ കൈ പൊക്കണം. ഹദുവ മൻകിബൈഹി, അവന്റെ 2 ചുമലിന്റെ നേരെ വന്നുകൊണ്ട് ചെവിക്കുറ്റിക്ക് നേരതാ ഇങ്ങനെ വരണം മിനിമം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നല്ലത് എന്താണെന്നറിയോ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ യഥാർത്ഥ പൊസിഷൻ കിട്ടണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ. എന്താണെന്നറിയോ? ഒരുത്തൊരു തോക്കെടുക്കുക, മറ്റൊന്ന് നേരെ ചൂട് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും തക്ബീർ വരും. അല്ലാഹ്, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം.
ഒരാൾ ഇങ്ങനെ നേർക്ക് തോക്ക് ചൂണ്ടിയാൽ ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെക്കോ എന്നാ തട്ടിപ്പോവും. അപ്പൊ ഇങ്ങനെ പരിപൂർണ്ണമായി കീഴടങ്ങിയൊന്നും ചെയ്യരുതേ, ഐ ആം വെരി സോറി എന്നല്ലേ വിളിച്ചു പറയുന്നത്. അതന്നെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഹാൻഡ്സ് അപ്പ്, പരിപൂർണ്ണമായി കീഴടങ്ങി. ഈ പൊസിഷനിൽ അവൻ തക്ബീറത്തുൽ ഇഹ്റാമും സമീഅല്ലാഹു ലിമൻ ഹമിദയും കൃത്യമായി 5 വഖത്ത് നിസ്കാരത്തിൽ പറഞ്ഞാൽ അവന്റെ ഈ മസിൽസ് കൃത്യമായി കൊണ്ട് ചലിക്കും. അവന്റെ കൈക്ക് വേദനയില്ല. പിന്നെ എങ്ങനെയും കാട്ടണ്ട, ഇങ്ങനെയും കാട്ടണ്ട. ഇങ്ങനെ ഒരു എക്സസൈസ് ഉണ്ടല്ലോ, അതൊന്നും കാട്ടണ്ട. നേരം വെളുത്ത യോഗക്കാരൻ പറയുന്ന 12 പ്രാവശ്യം ഊര പിടിച്ച് ഇങ്ങോട്ട് മാവാട്ടണ പോലെ, 22 പ്രാവശ്യം ആട്ടുകല്ലാട്ടണ പോലെ ഇങ്ങോട്ട്. ഇതൊന്നും വേണ്ടേ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഏതേ റുക്കുവിന്റെ കദറത്തിലേ പറഞ്ഞത്, റുക്കു ഏതുവരെ കുനിയനെന്നാ? വയസ്സായവരോട് നിൽക്കട്ടെ, കുനിയാൻ പറ്റാത്ത സാധുക്കളുണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരി ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മുന്നിലൊന്നും കാണില്ല, ഒക്കെ മൂല്യന്മാർ അധികം കാണുന്നു. വേവേക്കിലൊക്കെ ഉണ്ടാവും. നമ്മൾ കുറ്റം പറയില്ല കേട്ടോ, ഓരോ ഇൻഡിവിജ്വലായി കുറ്റം പറയില്ല, മൊത്തത്തിൽ പറയാം. നല്ല ടൈറ്റുള്ള പെയിന്റ് ഇട്ട് വന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ പുതിയ ഫാഷനാണല്ലോ. എൻ്റെ പേൻ്റെ എവിടെ മോനെ, ഈ ഫോട്ടോ കുഴപ്പമില്ല അല്ലേ? ആ, അപ്പൊ ഈ 2 സാധനം ഉണ്ടല്ലോ, അറബിയിൽ അല്യത്തൈനി എന്ന് പറയും, മലയാളത്തിൽ ചന്തിക്കെട്ട് എന്ന് അർത്ഥം വെച്ച് പഠിച്ചതാണ്. അതിന്റെ ചോട്ടിലാ ഒട്ടുമിക്ക കുട്ടികളുടെയും പേന്റ്. ശരിക്കും റുക്കോല് ചെയ്താൽ ഒരൊറ്റ പൊട്ട സാധനം പൊട്ടിപ്പോകും. അതുകൊണ്ട് അവന് റുക്കോലിക്ക് പോകാൻ പറ്റില്ല. അവ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രേ കുനിയാൻ പറ്റുള്ളൂ. ആ, ഇങ്ങനെ നിൽക്കാനാ. 110 വയസ്സായ ആളുകൾ ശരിക്കും റുക്കു ചെയ്യും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇങ്ങനെ കയ്യാമെന്നാട് വരെ നിസ്കരിച്ച റുക്കുവില്ലാതെ ശരിയാകോ? സുജൂദ അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും വലുത് നിസ്കാരമാണ്. എന്താ കാരണം? ഉസ്താദുമാര് ചോദിച്ചോ, എന്തേ നോമ്പ് വലുതാവാഞ്ഞത്, എന്തേ സക്കാത്ത് വലുതാവാഞ്ഞത്, എന്തേ ഹജ്ജ് വലുതാവാഞ്ഞത്, എന്തേ യുദ്ധം ജിഹാദ് വലുതാവാഞ്ഞത്? ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിസ്കാരമാണ് മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും വലുത്. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിസ്കാരം അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹായത്. ഏതാ ഒറ്റ കാര്യം? നിസ്കാരത്തിൽ സുജൂദ് വന്നുപോയി. സുജൂദ് നിസ്കാരത്തിൽ വന്നുപോയി. എന്താണ് സുജൂദിന്റെ കാരണം? നിങ്ങൾ കേട്ടിട്ടില്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ അല്ലാഹു മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മലക്കുകളെ, ആ പടച്ചു വച്ചിരിക്കുന്ന ആദമിന് പോയിട്ട് നിങ്ങളെല്ലാവരും ഒരു വിനയത്തിന്റെ സുജൂദ് ചെയ്യണം. മലക്കുകളിൽ യനാമൂന വലാ യശ്റബൂന വലാ യതഗവ്വതൂന. തിന്നാത്തവരാണ്, കുടിക്കാത്തവരാണ്, ഭക്ഷണം കഴിക്കാത്തവരാണ്, അല്ലാഹുവിന്റെ വിധിവിലകൾക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണ്. ആ മലായിക്കത്ത് മുഴുവനും ചെന്നുകൊണ്ട് ഫസജദൽ മലായിക്കത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അസാസീൽ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട പിന്നീട് ഇബ്ലീസായി മാറിയ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന ഒരുത്തനൊഴിച്ച് മലായിക്കത്തിന്റെ കൂട്ടത്തിലുള്ള സർവ്വരും ആദം നബിക്ക് സുജൂദ് ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട്. ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട്. എന്നാ നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ് ഉണ്ടല്ലോ, ആ സുജൂദല്ല ആദം നബിക്ക് ചെയ്ത സുജൂദ്. മലക്കുകൾ ആദം നബിക്ക് ചെയ്ത സുജൂദ് അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന സുജൂദല്ല, ഒരു വിനയത്തിന്റെ വണക്കത്തിന്റെ സുജൂദ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സുജൂദിനെ പറ്റി ഫിഖഹിന്റെ കിതാബ് പറഞ്ഞത് എന്താണ്? വിനയത്തിന്റെ അവസാനത്തെ കീഴ്വഴക്കമാണ് സുജൂദ്. അതുകൊണ്ട് സുജൂദ് അല്ലാഹുവിനല്ലാതെ ചെയ്യാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല. ആ സുജൂദ് നിസ്കാരത്തിൽ വന്നതാണ്. നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത്. സുജൂദിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ പഠിച്ചു വെക്കണോ? സുജൂദിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ അവയവമേതാ? മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ അവയവേദ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ നടത്തുന്ന ഒരു ആശുപത്രിയുണ്ട് തൃശ്ശൂരിൽ. ഞാനൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്, ദയാ ഹോസ്പിറ്റൽ സർജിക്കൽ സെന്റർ. അവിടെ ഒരു ചെറുപ്പക്കാരൻ മസ്തിഷ്കാഘാതത്തിൽ മരിച്ചു. 28 വയസ്സ് പ്രായമുള്ളൂ. അവന്റെ ഹൃദയവും കണ്ണും കരളും
മൂന്നും മരിച്ചു കിടക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് പിഴുതെടുത്തിട്ട് അപ്പോൾ തന്നെ ഐസിലിട്ടിട്ട് ICU മൊബൈൽ ICU ആംബുലൻസിൽ കയറ്റിയിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 69 വയസ്സ് പ്രായമായി കിടക്കുന്ന ദാമോദരൻ എന്ന് പറയുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈ ഹൃദയം മാറ്റിവെച്ചു, കിഡ്നി മാറ്റിവെച്ചു, ലിവർ മാറ്റിവെച്ചു, കണ്ണ് മാറ്റിവെച്ചു. 28കാരനായ ചെറുപ്പക്കാരന്റെ കിഡ്നിയും ലിവറും കണ്ണും 69കാരന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സ്പന്ദിക്കപ്പെടുകയാണ്. ലോകം ഹൈ ടെക്നോളജിയിലേക്ക് നീങ്ങുകയാണ്. ഇസ്ലാമിൽ കിഡ്നി മാറ്റുന്നതിന് നിയമം എന്താണ് പറഞ്ഞു വെച്ചിട്ടുണ്ട്? ഇസ്ലാമിൽ അവയവം ദാനം ചെയ്യുന്നതിന് നിയമം എന്താണ്? ബ്ലഡ് കൊടുക്കുന്നതിന് നിയമം എന്താണ്? അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ കാര്യം. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും പുതിയതുണ്ടാക്കൊന്നും വേണ്ട, എല്ലാം ഇതിന് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കിഡ്നിയുടെ വില എത്രയപ്പോ പറയണത്? കിഡ്നി ഇപ്പൊ വിലക്ക് വെക്കാൻ പാടില്ല. ബ്ലഡ് റിലേഷനിലെ ആളെ കിഡ്നി മാത്രമേ മറ്റങ്ങോട്ട് സദഖ കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് ബാപ്പാടെ കിഡ്നി മകന് കൊടുക്കാം, മകന്റെ കിഡ്നി ബാപ്പാക്ക് കൊടുക്കാം, ഭാര്യന്റെ കിഡ്നി ഭർത്താവിന് കൊടുക്കാം, ഭർത്താവിന്റെ കിഡ്നി ലിവർ വൃക്ക ഒക്കെ അങ്ങോട്ട് കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. പക്ഷെ അങ്ങനെ നടത്തുന്ന ഓപ്പറേഷന് തന്നെ 26 മുതൽ 50 ലക്ഷം രൂപയാ ഫീസ് ഈടാക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ നട്ടെല്ലൊടിഞ്ഞു പോകും. കിഡ്നി കൊടുത്താലും ലിവർ കൊടുത്താലും ഹാർട്ട് കൊടുത്താലും 50 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ആണ് ഓപ്പറേഷൻ ഫീസ് മാത്രം ഇനത്തിൽ ഈടാക്കുന്നത്. നഊദു ബില്ലാഹ്. അള്ളാഹു ഇത്തരം മാരക രോഗങ്ങളെ തൊട്ട് നമ്മളെയും കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ ശരീരത്തിൽ വിലപിടിപ്പുള്ള ഒരു അവയവ കിഡ്നി, ലിവർ, ഹൃദയം, അല്ലെ, കണ്ണ്, അതൊക്കെ വലിയ വിലയാണ്. വിപണിയിൽ ഇപ്പോ വലിയ വിലയാണ്. ഇപ്പൊ ഒരാൾ പറയല്ലേ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇറക്കണ കാലൊക്കെ പോയി. എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നാളെ എന്റെ കിഡ്നി എടുത്ത് വിറ്റാലും കിട്ടുമല്ലോ 25 ലക്ഷം. അവിടേക്ക് എത്തിയപ്പോ കാലം എന്റെ കണ്ണ് കൊടുത്താലും കിട്ടും ഒരു 30 ലക്ഷം, എന്റെ കരണ് കൊടുത്താലും കിട്ടും ഒരു 60 ലക്ഷം. മൊത്തം എവിടെ കൊണ്ടായി പണയം വെച്ചാലും ഒരു 1.5-2 കോടി റുപ്യൊക്കെ ഉണ്ട്. ഏത് കൊള്ളരുതാത്തവനും ഏത് റിസർവ് ബാങ്കിലും ഉണ്ടായാലും ഈ സാധനത്തിന് 2 കോടി വില കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ചെയ്ത നിഅമത്ത് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ അവയവം ഇസ്ലാം മതം പറഞ്ഞു കിഡ്നിയല്ല, ലിവറല്ല, ഹൃദയമല്ല, കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, പല്ലല്ല. ഏതാണ്? അഷ്റഫുൽ അദാ. മുഖമാണ്, മുഖമാണ്, മുഖമാണ്. മുഖത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭാഗം നെറ്റിത്തടമാണ്. ആ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കമിഴ്ന്ന് കിടന്നിട്ട് നെറ്റി നിലത്ത് വെച്ചിട്ട് കൈയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് കാലിന്റെ വിരലുകളുടെ പള്ള അമർത്തി വെച്ചിട്ട് മുട്ടുകുത്തിയിട്ട് മൂക്ക് നിലത്ത് മുട്ടിച്ച് അള്ളാഹുവിനെ നമിക്കുന്ന സുജൂദുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാണ്, ഒരാൾ സുജൂദിൽ കിടക്കുന്ന സമയോ അവൻ ചെയ്തു പോയ സകല പാപങ്ങളോ അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന സമയം വരെ ആ പാപങ്ങൾ അള്ളാഹു പുറത്തുകൊണ്ടിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. ആ സുജൂദ് നിസ്കാരത്തിൽ വന്നതാണ്. നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമേറാതുള്ള കാരണം ഞാനൊരു സയന്റിഫിക്കൽ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി സുജൂദ് ചെയ്യുന്നവന് തലക്ക് ക്യാൻസർ വരില്ല മോനെ. കൃത്യമായി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കുന്നവന് വയറിന് അസുഖമില്ല. കൃത്യമായി റുക്കൂ ചെയ്യുന്നവന് തണ്ടലിന് ബാക്ക് പെയിൻ ഇല്ല. കൃത്യമായി നിസ്കരിക്കുന്നവന് ആരോഗ്യത്തിന് കേടില്ല. ആ നിലയ്ക്ക് നമ്മുടെ ആരോഗ്യം കാക്കാൻ അല്ലാഹു നിസ്കാരത്തിൽ ഒരുപാട് സംവിധാനം വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യാതെ നമ്മൾ യോഗയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചോ. ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് മറിച്ചു നോക്കിയാ കാണാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചു, ഒരാൾ സുബഹിയുടെ മുമ്പ് സ്ഥിരമായി 2 റക്അത്ത് നിസ്കാരം പതിവാക്കിയാൽ അവന് ബാസൂറിന്റെ അസുഖമില്ല. വാട്ട് ഈസ് ദ മീനിങ് ബാസൂർ? മലയാളത്തിൽ പറയുന്ന മൂലക്കുരുവിന്റെ അസുഖമില്ല. മൂലക്കുരുവിന്റെ അസുഖം വരാതിരിക്കാൻ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ നിർബന്ധമായി നിസ്കരിച്ചോ. ആ
നിലക്ക് നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം നോക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു പോയപ്പോ പറഞ്ഞതാണ്, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവാണ്. ആദ്യമായി വയർ ഓപ്പറേഷൻ നടത്തിയത് ലുക്മാനുൽ ഹക്കീം തങ്ങളാണ്. ഓപ്പറേഷൻ നടത്തിയത് മാത്രമല്ല, ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്തിയ ആളാണ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ. ഇപ്പൊ ഒരാളെ വയർ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മംഗലാപുരത്തെ നമ്മുടെ ഏനപ്പായി ഹാജിയുടെ ഹോസ്പിറ്റലിൽ പോയാലോ, ഷെട്ടിയുടെ ആശുപത്രിയിൽ പോയാലോ, കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പോയാലോ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അനസ്തേഷ്യ വേണം, ബോധം കെടുത്തണോ. എന്നാൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്തിയത് അനസ്തേഷ്യ കൊടുക്കാതെ, ബോധം കെടുത്താതെയാണ്. ആ ലുക്മാനുൽ ഹക്കീമിന്റെ വിവരമാണ് വൈദ്യശാസ്ത്രം. അത് പഠിക്കണം നമ്മൾ. അതിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന് അല്ലാഹു ലുക്മാന്റെ പേര് കൊടുത്ത് ആദരിച്ചത് സൂറത്തു ലുക്മാൻ. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഇൽമിന്റെ ശാഖോപശാഖകൾ പറയാനുണ്ട്. ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ ഇൽമിനെ പറ്റി പഠിക്കണോ, ആധികാരികമായി പഠിക്കണോ. നമ്മൾ എത്ര പഠിച്ചാലും ഖിയാമത്ത് നാൾ വരെ പിന്നെയും പുതിയ സംഭവങ്ങൾ വരുമ്പോ ആലിമീങ്ങളെ കൊണ്ടുവന്ന് ഇതുപോലെ വാലുകൾ വെച്ച് മതപ്രഭാഷണങ്ങൾ വെച്ചിട്ട് ഇസ്ലാമിന്റെ ആനുകാലിക കാര്യങ്ങൾ നമ്മൾ വസ്തുനിഷ്ഠമായി പഠിക്കണമെന്ന് ഞാൻ എൻ്റെ സഹോദരിമാരോട് അഭ്യർത്ഥിക്കുന്നു. മിക്ക ഉമ്മമാര് വയതിന് വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വയല് കേൾക്കണം, നസീഹത്ത് കേൾക്കണം, എന്തെങ്കിലും ദീനിന്റെ 4 അക്ഷരം പഠിക്കണം, ജീവിതം നന്നാക്കണം. ഈ ലക്ഷ്യത്തോടു കൂടെയാണ് വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്നും മുസ്ലിം പെണ്ണിന് നേരെ കൊലവിളികളുമായി നടക്കുന്ന കുറെ ആളുകളുണ്ട്. എന്തിന്റെ പേരില? പർദ കൊടുത്തതിന്റെ പേരില്. പർദ ഇന്നും ചോദ്യം ചെയ്യപ്പെടുക. നമ്മുടെ നാട്ടിൽ പർദ ധരിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ് കാസർഗോഡ് മംഗലാപുരത്തൊക്കെ ഞാനിവിടെ 28-29 കൊല്ലമായല്ലോ വാതിന് വരാൻ തുടങ്ങിയിട്ട്. ആ 28-29 കൊല്ലമായിട്ട് ഞാനിവിടെ വാതിന് വരാൻ തുടങ്ങിയ കാലഘട്ടം മുതലേ ഇവിടുത്തെ സ്ത്രീകളൊക്കെ വളരെ പർദ ധരിച്ച് നടക്കുന്ന സ്ത്രീകളാണ്. അന്ന് എൻ്റെ തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തൊന്നും മുസ്ലിം പെണ്ണുങ്ങൾ പർദ ധരിക്കാത്ത കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ആ സിറ്റുവേഷനൊക്കെ മാറി. എല്ലാ സ്ത്രീകളും, കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം പെണ്ണുങ്ങളും പർദ ഒരു ട്രെൻഡായി സ്വീകരിക്കുകയും എല്ലാ സ്ത്രീകളും പർദയിലേക്ക് മടങ്ങുകയും ചെയ്തു. പാശ്ചാത്യ ലോകം തന്നെ പർദയെ അപ്രിഷ്യേറ്റ് ചെയ്തു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ ഓർഡർ കൊടുത്ത W. ബുഷിന്റെ മകള് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരു ഷെട്ടിയും ബ്രേഷ്യറും നടത്തിയിരുന്ന പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പർദ ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് ചൊല്ലിയിട്ടാ നടക്കുന്നത്. ആര്? W. ബുഷിന്റെ മകള്. 21-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റെ നൂറ്റാണ്ടാ. ഒരു ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ലോകത്തേക്ക് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? TV കാണുന്നവരല്ലേ? കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല. വേണ്ടാത്തത് കാണണ്ട, വേണ്ടത് മാത്രം കാണുക. നല്ലതെടുക്കുക, ചീത്തയെ അവോയ്ഡ് ചെയ്യുക. അണ്ടർടേക്കർ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? അണ്ടർടേക്കർ. ലോകത്തിലെ ഏറ്റവും വലിയ ഇടിവീരനാണ് അണ്ടർടേക്കർ. അയാളുടെ പേര് ഇപ്പൊ എന്താണെന്നറിയോ? അണ്ടർടേക്കർ ക്രിസ്ത്യനായിരുന്നു. ഒരു റിംഗിൽ പങ്കെടുക്കാൻ പോകുമ്പോ അണ്ടർടേക്കർ പറഞ്ഞു, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ ഞാൻ മുസ്ലിം ആവാം. മത്സരത്തിൽ ജയിച്ചു. ആ റിംഗിൽ വെച്ച് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് അണ്ടർടേക്കറുടെ പേര് മുഹമ്മദ് അബ്ദുൽ അസീസ്. അണ്ടർടേക്കർ അല്ല, ഇന്ന് മുഹമ്മദ് അബ്ദുൽ അസീസാണ്. പാശ്ചാത്യ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ ജാക്സൺ, ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട് മൈക്കിൾ ജാക്സനെ പറ്റി. ആ കേസറ്റ് യൂട്യൂബിലുണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റീകാസ്റ്റ് അടിച്ചു നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഞാൻ അതിന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് മൈക്കിൾ ജാക്സൺ മുസ്ലിമായി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മരിച്ചു. മരിച്ച മൈക്കിൾ ജാക്സന്റെ മയ്യത്ത് ഖബറടക്കാൻ അമേരിക്ക പേടിച്ചു. കാരണം കോടിക്കണക്കിന് ആരാധകരുള്ള ആളാ പാട്ടുകാരനായിരുന്നു ജാക്സൺ. ജാക്സന്റെ പാട്ട് കേട്ടാൽ ആടാത്തവൻ ആടും, പാടാത്തവൻ പാടും. നേരത്തെ ഉസ്താദ് ഇവിടെ പാട്ടുപാടിയില്ലേ? പാട്ടുപാടൽ ഇസ്ലാമിന് നല്ലതാണ്. പാട്ടിനോട് ഇസ്ലാമിന് വിരോധമില്ല. പക്ഷെ പാട്ട് കൂത്താട്ടായി മാറരുത്, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മുടെ പല വാദിന്റെ സ്റ്റേജുകളിലും
പാട്ട് പാടുന്ന ഉസ്താദുമാരുണ്ട്, നല്ലത് തന്നെയാണ്. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ AP ഉസ്താദിൻ്റെ വാത് 1980 AP ഉസ്താദിൻ്റെ വാത് കേട്ടിട്ടാണ് ഞാൻ പ്രസംഗത്തിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ 11 വയസ്സ് മുതലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച 4 മുതൽ 11 വയസ്സ് മുതലേ സ്കൂളിൽ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ലീഡറായിരുന്നു. കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ. അന്നേ പ്രസംഗമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ SSFൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായി, സെക്രട്ടറിയായി, SYSൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായി, സെക്രട്ടറിയായി, സമസ്തയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി. അങ്ങനെ സംഘടനാ രംഗത്ത് കൂടെയും പ്രസംഗത്തിൽ കയറി വന്ന 11 വയസ്സ് മുതലേ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ പാട്ടും, ചെറുപ്പത്തിൽ ഞാൻ നല്ലൊരു പാട്ടുകാരനും കൂടിയായിരുന്നു. ഫെസ്റ്റിവലിനൊക്കെ പാടാൻ പോയിരുന്നു. കലാതിലകവും സമ്മാനങ്ങളൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. പിന്നീടാണ് ഓതാൻ പോയതും ദർസ് പഠനത്തിന് വന്നതും അങ്ങനെ വാതിലേക്ക് കയറി വരുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, പാട്ട് ഇസ്ലാം എതിർത്ത ഒരു കാര്യമൊന്നല്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഉസ്താദ്, പണ്ട് നമ്മുടെ AP ഉസ്താദൊക്കെ വാതിൽ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് പാട്ടാ പാടിയിരുന്നത്? ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് കിടക്കുന്ന രംഗം മോയിൻകുട്ടി വൈദ്യർ ബദൽ പറഞ്ഞു, ബെഞ്ചേ കളം വിട്ട് പിരിന്തോനാണേ തെളിവർ ഷഹീദമോ അനാപൽ മോനെ ചെഞ്ചൽ ഫാദിലുറ്റേ ഷഹീദാകും നീ പോറ്റി ഹുസൈനുൽ നബിനയാ അമ്മീ. മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു ഉബൈദത്തിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന രംഗം പാട്ടിലൂടെ പറയാണ്. വൈദ്യർ പറഞ്ഞത് എന്താണ്? വെഞ്ചക്കളം വിട്ട് പിരിന്തോനാണേ തെളിവർ ഷഹീദാമോ അനാപൽ മോനെ ചെഞ്ചൽ ഫളീലുറ്റ ഷഹീദാകും നീ പോറ്റി ഹുസൈനുൽ നബിനയാ അമ്മീ. ഉബൈദത്ത് തങ്ങൾ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബദർ യുദ്ധത്തിൽ 13 ആളും മരിച്ചു പോലും. അവിടെ എന്നെ വെട്ടുകൊണ്ട് കിടക്കുമ്പോ ഹംസയും അലിയും താങ്ങി പിടിച്ചുകൊണ്ട് വന്നു. ഞാൻ അങ്ങയുടെ ഹൈമയിലാണ്. ഈ സമയത്ത് ഞാൻ ഇവിടെ മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ഉബൈദത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉബൈദത്തെ, നീ ഷഹീദ് മാത്രമല്ല, ബദരീങ്ങളുടെ ക്യാപ്റ്റൻ നാളെ മഹ്ശറയിൽ നീയാ. ചെഞ്ചൽ ഫളലുറ്റ ഷഹീദാകും നീ പോറ്റി ഹുസ്നുൽ ഉറ്റ യബ്നയാ അബി. എന്റെ എളാപ്പാടെ മോനെ, നീ നാളെ ബദരീങ്ങളിൽ ക്യാപ്റ്റനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങള് ഉബൈദത്ത് തങ്ങളുടെ മുഖത്ത് നോക്കിയ പാട്ട്, മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് AP ഉസ്താദ് പാടിയിട്ടുണ്ട്, ഞാനും പാടിയിട്ടുണ്ട്, സഫല പാടിയിട്ടുണ്ട്, നേരത്തോടെ പറഞ്ഞ പോലെ പലതും പാടിയിട്ടുണ്ട്. പക്ഷേ മതപ്രഭാഷണത്തിന്റെ സ്റ്റേജുകൾ പട്ടുറുമാലിന്റെ വേദിയാക്കിയിട്ട് മാറ്റരുത് കേട്ടോ. ഡോണ്ട് മിസ്യൂസ്. മതപ്രഭാഷണത്തിന്റെ വേദികൾ പട്ടുറുമാലിന്റെയും മിമിക്രിയുടെയും പാരഡികളുടെയും വേദികളാക്കി മാറ്റരുത്. ഖുദൂഉം ഖുശൂഉം തവാദുഉം വേദികളിൽ നിന്ന് അപ്രത്യക്ഷമാവരുത്. നല്ല പാട്ട് പാടാം. ശുജായി മൊയ്ത് മുസ്ലിയാർ പാട്ട് പാടിക്കോ, സഫല പാടിക്കോ, ബദർ അതുപോലെ തന്നെ ബദർ പാടിക്കോ. പാടാൻ എത്രയോ നല്ലത് കിടക്കുന്നുണ്ട്, വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി നല്ലത് പാട്. അർത്ഥവത്തായ കാര്യങ്ങൾ പാട്ടിലൂടെ പാടാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ പാട്ട് പാടാൻ മിഹ്റാബ് പണിത് മിമ്പർ പണിത് കൊടുത്ത പ്രവാചകനാണ് നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്തു മുസ്തഫ നബി മുഹമ്മദ് റസൂലുള്ളാഹി. സംഗീതം ലോകത്ത് കൊണ്ടുവന്നത് റസൂലുള്ളാഹിയാണ്. പാട്ട് പാടാൻ വേണ്ടി ഹസ്സാൻ മിമ്പർ പണിത് കൊടുത്തു. പോരാ, തലക്ക് വില പറഞ്ഞൊരു നേതാവാണ് കഅബ്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കള്ള കവിതകൾ എഴുതിയിട്ട് മക്കയുടെ തെരുവിൽ കൊണ്ടുപോയി പതിച്ചിട്ട് മുഹമ്മദ് കള്ളനാണ്, വ്യഭിചാരിയാണ്, വേശ്യാവൃത്തി നടത്തുന്നവനാണ്. ആ ഖദീജ വേശ്യാലയത്തിന്റെ പെണ്ണാണ്. ഖദീജ ബീവിനെ പറ്റി കുറ്റം പറഞ്ഞാ പിന്നെ റസൂലുള്ളാഹിന്റെ നെഞ്ച് പടക്കില്ലേ മോനെ? ലോകത്ത് ആരെ പറ്റി പറഞ്ഞാലും റസൂലുള്ളാഹിക്ക് പറയലുണ്ടാവില്ല. പക്ഷെ ഖദീജാനെ പറ്റി പറഞ്ഞാൽ നബി തങ്ങളുടെ ഹൃദയം പൊട്ടും. അത്ര വലിയ മഹബ്ബത്താ ഖദീജാട് റസൂലുള്ളാഹിക്കും റസൂലുള്ളാഹിക്ക് ഖദീജാടും. ആ ഖദീജാനെ പറ്റി വൃത്തികേട് പറഞ്ഞു കഅബ. സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അവിടുത്തെ ഭാര്യയായ ബീവി ഖദീജാനെ അങ്ങേ കള്ളപ്രചരണം നടത്തി മക്കയുടെ ചുമരിന്റെ മുകളിൽ കഅബ് കള്ളക്കവിത എഴുതി വെച്ചിരിക്കുക. എന്ത് വേണം? റസൂലുള്ളാഹ് പറഞ്ഞു, കഅബിന്റെ തല മുറിച്ചു കൊണ്ടുവരുന്നവന് സ്വർഗം നൽകാമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതിന് വലിയൊരു ഓഫർ ഗവൺമെന്റിന് കൊടുക്കാനുണ്ട്. നിങ്ങൾ കർണാടക, ഇത് കർണാടക സ്റ്റേറ്റ്. വീരപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മർഹൂം വീരപ്പൻ.
മരിച്ചു, വഫാത്തായി പോയി. ആ വീരപ്പനെ പിടിക്കാൻ കർണാടകയിലെ ചന്ദനു ആനക്കൊന്നും കക്കുന്ന കാട്ടുകള്ളനായിരുന്നു വീരപ്പൻ. അപ്പോ തന്നെ തമിഴ്നാട്ടിലും തലവേദന ഉണ്ടാക്കുന്ന പുരട് തലൈവി എന്ന് പറയുന്ന ജയലളിതക്കും ഭീഷണി ഉണ്ടാക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആയിരുന്നു വീരപ്പൻ. നമ്മുടെ കർണാടക സർക്കാർ രാജ്കമൽ എന്ന് പറയുന്ന സിനിമ, രാജ്കുമാർ എന്ന് പറയുന്ന സിനിമാ നടനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ താമസിപ്പിക്കുക. കർണാടകയിലെ സർക്കാർ പറഞ്ഞു, അന്നിവിടെ ഭരിച്ച വീരപ്പന്റെ കയ്യിൽ നിന്ന് രാജ്കുമാറിനെ കൊണ്ടുവരുന്നവർക്ക് 4 കോടി ഞാൻ കൊടുക്കാം. പിറ്റേ ദിവസം വീരപ്പൻ മേട്ടുപാളയത്ത് പോയിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, രാജകുമാരനെ തേടി വരാതിരിക്കുന്നവർക്ക് 8 കോടി ഞാൻ കൊടുക്കാം. കണ്ടകള്, വരുന്നവർക്ക് 4 കോടി കൊടുക്കാന്ന് കർണാടക സർക്കാർ പറഞ്ഞപ്പോ വരാത്തവർക്ക് 8 കോടി കൊടുക്കാന്ന് വീരപ്പൻ അവിടുന്ന്. കാരണം കണ്ട് കാട്ടിൽ കിടക്കുന്ന ചന്ദനും ആനക്കൊമ്പുള്ള കാലം വരെ വീരപ്പൻ എന്താ പേടി? മൊത്തം ആനകളെ കൊന്ന് എങ്ങനെ ആ കൊമ്പ് കടത്തുക, കാട്ടിലെ ചന്ദനം മുറിച്ച് കടത്താം. ഇത് ഒരു ഓഫറിന്റെ മേലെ മറ്റൊരു ഓഫർ ആർക്കും കൊടുക്കാം. ഇപ്പൊ മംഗലാപുരത്ത് നമ്മുടെ അദ്ദേഹത്തിന് വലിയ കച്ചവടമുണ്ട്, നമ്മുടെ പുത്തൂരിലെ നമ്മുടെ അസീസ് എന്നെ അവിടെ കൊണ്ടുപോയിട്ടൊക്കെ ദ്വാരിപ്പിച്ചിട്ട് ഞാൻ കച്ചവടമൊക്കെയുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പൊ ഈ പെരുന്നാളും നോമ്പൊക്കെ വരുമ്പോ അവരൊരു ഓഫർ കൊടുക്കും. ഈ പീടികയിൽ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തരുന്ന ഒരു കൂപ്പൻ നറുക്കെടുത്തു കഴിഞ്ഞാൽ മെർസിഡീസ്, റോൾസ് റോയ്സ്, ബെൻസ്, മറ്റത് മറിച്ച് പറയും. അപ്പൊ അതിലും വലിയ കച്ചവടക്കാർ അപ്പുറത്ത് പറയും, ഞങ്ങളുടെ കടയിൽ 500 രൂപയ്ക്ക് സാധനം എടുക്കുന്നവർക്ക് ഒരേ സമയം 10 റോൾസ് റോയ്സ്. ആർക്ക് കിട്ടുമോ കിട്ടില്ലേ അത് വേറെ കച്ചട, അത് വേറെ, അത് ബിസിനസ് ട്രിക്കാണ്. ഓഫറിന്റെ മേലെ ആർക്കും ഓഫർ കൊടുക്കാം. പക്ഷേ കാബിന്റെ തല മുറിച്ചു കൊണ്ടുവരുന്നവന് സ്വർഗം കൊടുക്കാമെന്ന് കാല റസൂലുള്ളാഹ്. മോനെ, അതിന്റെ മുകളിൽ ഓഫർ വലുത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? കാബിന്റെ തല കൊണ്ടുവരുന്നവന് സ്വർഗത്തിന്റെ മേലൊരു ഓഫർ പറയാനുണ്ടോ? സ്വഹാബത്ത് ആഗ്രഹിച്ചു, സ്വന്തം തടി പോയാലും വേണ്ടില്ല, സ്വർഗം കിട്ടുമല്ലോ. എവിടെ കാബ്? അലിയാർ വാളെടുത്തിറങ്ങി, ഉമർ ഇറങ്ങി, ആ സ്വഹാബത്ത് ഇറങ്ങി. മദീനയുടെ തെരുവിൽ കാബിന് വേണ്ടി തെരച്ചിലായി. മക്കയുടെ തെരുവിൽ കാബിന് വേണ്ടി തെരച്ചിലായി. മക്കയിൽ താമസിക്കുന്ന കാബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്ന കവി മനസ്സിലാക്കി, മുഹമ്മദിന്റെ ശിഷ്യന്മാര് എവിടെങ്കിലും വെച്ച് തന്നെ കണ്ടാൽ അവിടെ വെച്ച് എന്റെ കഴുത്ത് മുറിക്കോ. എന്താ രക്ഷപ്പെടാനുള്ള മാർഗം? കാബ് ഒരു സൂത്രം പ്രയോഗിച്ചു, ഒരു പർദ്ദയെടുത്തങ്ങ് ധരിച്ചു. ഇപ്പൊ എല്ലാവർക്കും രക്ഷപ്പെടാനും ശിക്ഷിക്കപ്പെടാനും പർദ്ദേ. ഞാനിപ്പോ ഒന്നും പറയില്ല. വാട്സപ്പിൽ ഒരു തന്നെ എന്നാൾ കണ്ടിരുന്നു, പർദ്ദട്ട് ഇങ്ങനെ പോകുക, ചാരായ ഷാപ്പിൽ പോയിട്ട് ചാരായം വാങ്ങി പർദ്ദയുടെ ഉള്ളിൽ വെക്കുക. ഇത് കണ്ടപ്പോ കുറച്ച് കുട്ടികൾക്ക് തോന്നി, പർദ്ദക്കാരി ചാരായം കുടിക്കോ? കുറച്ച് കുട്ടികൾ പിറകെ പോയിട്ട് പിന്നാലെ പോയിട്ട് ചോദിച്ചു, താത്ത താത്ത ഒന്ന് അവിടെ നിന്ന് ചാരായ കുപ്പി ഒന്ന് നോക്കട്ടെ. ഓടി, പിന്നാലെ ഓടി. പർദ്ദ ഊരിയപ്പോ ഒരു മീശക്കാരൻ. സമുദായത്തിന് നാണപ്പേരുണ്ടാക്കാൻ, പർദ്ദയെ മിസ്യൂസ് ചെയ്യാൻ കള്ളപ്പരിപാടി നടത്തുന്ന ചില ആളുകൾ ഈ സമുദായത്തിന്റെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുകയാണ്. യു ആർ കെയർഫുൾ. ജാഗ്രത. നമ്മൾ നിതാന്ത ജാഗ്രത ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ട കാലഘട്ടമാണ്. കാബിന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ, പർദ്ദ ധരിച്ചു, ജിൽബാബ് മൂടുപടം വടിച്ചിട്ടു, കുതിരപ്പുറത്ത് കയറി മക്കത്ത് നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. മദീനയിൽ വന്നപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയുടെ ഉമ്മറത്തിരുന്ന് സ്വഹാബത്തിന് കിതാബ് ദർസ് നടത്തുകയാണ്. കഅബ് ഇബ്നു സുഹൈറാണ് കുതിരപ്പുറത്ത് വരുന്ന പർദ്ദധാരിണി. കുതിരയുടെ പുറത്ത് കയറി നിന്നിട്ട് കഅബ് വിളിക്കുകയാണ്, മുഹമ്മദേ. ഇന്നേ വരെ അല്ല പോലും റസൂലുള്ളാഹിനെ ഖുർആനിൽ ഒരു സ്ഥലത്തും മുഹമ്മദേ എന്ന് വിളിച്ചിട്ടില്ല. 6666 ആയത്ത് നോക്ക്, 114 സൂറത്ത് നോക്ക്. യാ ഈസാ എന്ന് വിളിച്ചിട്ടുണ്ടല്ല, യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ടല്ല, യാ സക്കരിയ എന്ന് വിളിച്ചിട്ടുണ്ടല്ല, യാ യഹ്യ എന്ന് വിളിച്ചിട്ടുണ്ടല്ല, യാ അയ്യൂബ് എന്ന് വിളിച്ചിട്ടുണ്ടല്ല, യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ടല്ല, യാ ആദം എന്ന് വിളിച്ചിട്ടുണ്ടല്ല. എവിടെങ്കിലും ഒരു സ്ഥലത്ത് യാ മുഹമ്മദു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള റെസ്പെക്റ്റ് ആണത്. മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. എവിടെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു
അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്. അവിടെ ആ ആയത്ത് തുടങ്ങുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ്. യാ മുഹമ്മദ് ഒന്നുമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. അപ്പൊ സഹാബത്തിന് മനസ്സിലായി, കുതിരപ്പുറത്ത് വന്നിട്ട് ഓ മുഹമ്മദേ എന്ന് വിളിക്കാൻ ധൈര്യം കാണിക്കുന്നവൻ മുസ്ലിമല്ല. അയാള് വിളിച്ചു പറയാണ്, മുഹമ്മദേ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അള്ളാന്റെ റസൂല് വിനയസ്വരത്തിൽ പറഞ്ഞു പോയി, എന്താ ചോദിക്കാനുള്ളത് പറ. അയാള് പറയാണ്, മുഹമ്മദേ ഈ ലോകത്ത് നിനക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളത് ആരോടാണെന്ന് പറയാമോ? അള്ളാന്റെ റസൂലിന് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ മക്കളെ? ഒട്ടകത്തിന്റെ ചീഞ്ഞ കൊടൽമാല വലിച്ചിട്ടിട്ട് ഹബീബ് സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞ കൊടൽമാല റസൂലുള്ളാഹിന്റെ കഴുത്തിൽ വലിച്ചിട്ടിട്ട് നബിതങ്ങളെ തല പൊക്കാകയാതെ മണിക്കൂർ കിടന്നിട്ട് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ മകള് ചെന്നിട്ട് പാപ്പാന്റെ കഴുത്തുന്ന ഒട്ടകത്തിന്റെ ചീഞ്ഞ കൊടൽമാല വലിച്ചിട്ടിട്ട് നബിതങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയാണ്, പൊന്നു വാപ്പാ ഈ നശിച്ചവനെതിരെ പടച്ച തമ്പുരാനോടൊന്ന് ദ്വാരന്നുകൂടെ. ഹബീബിന്റെ ദുആ ഇത്രയേ ഉള്ളൂ, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി വ ഇന്നഹും ലാ യഅലമൂന ശൈആ. വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തതല്ലേ, നീ പുറത്തു കൊടുക്കുക അല്ലാ. അതാണ് നമുക്കും വേണ്ടത്. നമ്മുടെ കൽബ് അങ്ങനെ ആയിരിക്കണം. ഒരാളൊരു തെറ്റിങ്ങട് ചെയ്താൽ 2 തെറ്റ് അങ്ങട് ചെയ്യല്ല വേണ്ടത്. ഒരാളൊരു ചീത്ത നമ്മളെ പറഞ്ഞാൽ 10 തെറി അങ്ങട് പറയല്ല വേണ്ടത്. ഒരാൾ നമ്മളെ ആക്ഷേപിക്കുമ്പോഴേക്കും നമ്മൾ വാളെടുക്കല്ല വേണ്ടത്. നമ്മുടെ വിനയും ഭക്തയും പാകതയുമുള്ള ആളുകളാണെന്ന് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. കഅബ് കുതിരപ്പുറത്ത് വന്ന് നിന്നിട്ട് പറയാണ്, മുഹമ്മദേ ഈ ലോകത്ത് നിനക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളത് ആരോടാ? ആ ചോദ്യം കേട്ടപ്പോഴേ റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഇതിന്റെ അകത്തിരിക്കണോ മറ്റോനാ, അല്ലെങ്കിലും അറിയാം, വഹി കൊണ്ടറിയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ലോകത്തെ എനിക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളത് മക്കക്കാരനായ കഅബ് ബിൻ സുഹൈറിനോടാണ്. കേട്ടപ്പോ പർദയുടെ ഉള്ളിലിരിക്കുന്ന കഅബ് ഒന്ന് കിടുങ്ങി. കാരണം അവിടെ ഇരിക്കുന്ന ഉമർ, ഉസ്മാൻ, അലി, അങ്ങനെ പലരും പുലികളായിരിക്കണം. പുലികളുടെ ഇടയിലാണ് ഒരു ചെറിയ മാൻകുട്ടി പോയി വെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് രക്ഷയില്ല, തല പോയ തന്നെ. അതെന്ന് വിളിച്ചു ചോദിച്ചു, മുഹമ്മദേ ആ കഅബ് വന്നിട്ട് നിന്നോട് മാപ്പ് ചോദിച്ചാൽ നീ മാപ്പ് കൊടുക്കുക കഅബിന്. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, ആ കഅബ് ഇവിടെ ഹൃദയത്തോടുകൂടെ തൗബ ചെയ്തുകൊണ്ട് വന്നിട്ട് മാപ്പ് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സകല പാപങ്ങളും അല്ലാഹു പൊറുക്കും. കഅബേ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്ന കഅബിനറിയാം മുഹമ്മദ് വലിയ വിശാലതയുള്ളവനാണെന്ന്. തന്റെ മൂടുപടമങ്ങ് വലിച്ചിട്ട് പുറത്തു വന്നിട്ട് പറയാണ്, വഅന്നക റസൂലുള്ളാഹ്, എനിക്ക് അബദ്ധം പറ്റി മുഹമ്മദേ, നീ അല്ലാഹുവിന്റെ റസൂലാണ്. ഇത്രയൊക്കെ നിന്നെ പറ്റി തെറിയെഴുതിയിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജാനെ പറ്റി ദോഷം പറഞ്ഞിട്ട് നീ എനിക്ക് മാപ്പ് തന്നല്ലോ. ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ചാടി നീച്ചിട്ട് പറഞ്ഞു, അവൻ മുനാഫിഖാണ് നബിയേ, അവന്റെ കഴുത്ത് വെട്ടും ഞാൻ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൈക്ക് റസൂലുള്ള പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ വാള് ഉറയിലിട്ടോ. ആരെങ്കിലും മുസ്ലിമാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി വന്നാൽ അവന്റെ രക്തത്തിനും അവന്റെ ശരീരത്തിനോ പിന്നെ അമാനത്തുണ്ട് ഉമറേ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് വാള് ഉറയിലിടുകയാണ്. ആ കഅബ് ബിൻ സുഹൈർ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയാണ്, എനിക്ക് 2 വരി പാട്ട് റസൂലുള്ളാഹിനെ പറ്റി ഇപ്പം പാടണോ, സമ്മതം തരുമോ? പാട്ടിനെ ഇഷ്ടപ്പെടുന്ന റസൂലുള്ള പറഞ്ഞു, പാടിക്കോ. അപ്പോഴാണ്
കഅബ് പാടിയത്? എന്താ കഅബ് പാടുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കഅബ് പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് വെട്ടിത്തിളങ്ങുന്ന വാളാണ്. മുഹമ്മദും മിൻ സൂയോ ഫില്ലാഹി മസ്ലൂലു. മുഹമ്മദ് നബി ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട വാളാണ്, കാച്ചിരാപിക്കപ്പെട്ട വാളാണ്. അറബികൾക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രിയമുള്ള വാള് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാളാണ്. ഇന്നർ റസൂല സൈഫുൻ യുസ്തളാഉ ബിഹി മുഹമ്മദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഈ രണ്ടു വരി കഅബ് അവിടെ വെച്ച് പാടി. പിന്നീട് മരിക്കുന്ന സമയം വരെ റസൂലുള്ളാഹിനെ പറ്റി കവിത എഴുതിയിട്ട് വലിയൊരു കിതാബ് റസൂലുള്ളാഹിനെ പറ്റി എഴുതിയുണ്ടാക്കിയ മഹാനാണ് കഅബ്. ആ കഅബിന്റെ ഖബറിന് സിയാറത്തിന്റെ കേന്ദ്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചത് ഇസ്ലാമതം പാട്ടിനെതിരല്ല, ഇസ്ലാമതം കലക്കെതിരല്ല, ഇസ്ലാമതം ഒരു പുരോഗതിക്കും എതിരല്ല. അല്ലാഹുവിന്റെ റസൂലാ ലോകത്ത് പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ അവന് നിങ്ങൾ നീന്തൽ പഠിപ്പിക്കൽ സുന്നത്താണെന്ന് ഖാല റസൂലുള്ളാഹി. നീന്തൽ പഠിപ്പിക്കൽ കുട്ടികൾക്ക് സുന്നത്താണ്. അതേ റസൂലുള്ളയാണ് പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവരും നിങ്ങൾ കുതിര സവാരി പഠിപ്പിക്കണോ. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഏറ്റവും വലിയ സ്പീഡുള്ള വാഹനം കുതിരയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ റോൾസ് റോയ്സ് ഓടിക്കാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം. വിമാനത്തിന്റെ പൈലറ്റ് ആവാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം. ഈ ഹദീസ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ കാലഘട്ടത്തിൽ കുതിര സവാരി പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ നമ്മൾ പൈലറ്റ് ആക്കണം, എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം. അതിന് ഇസ്ലാമെതിരല്ല. പോരാ, റസൂലുള്ളാഹി പറഞ്ഞു, ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ കലയാണ് ഷൂട്ടിംഗ്. ലക്ഷ്യം തെറ്റാതെ വെടിവെക്കുന്ന കല ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ കലയാണെന്ന്. എന്നാൽ 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ലക്ഷ്യം തെറ്റാതെ അമ്പെയ്ത് പഠിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, ആ നിലയ്ക്ക് ഇസ്ലാമിലേക്ക് നമ്മൾ അങ്ങ് ആളയിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാലും തീരാത്ത സബ്ജക്റ്റാണ് ഇസ്ലാം. അതുകൊണ്ട് ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. സമുദ്രത്തിലുള്ള വെള്ളം മുഴുവൻ മഷിയാക്കുകയോ പ്രപഞ്ചത്തിലുള്ള വൃക്ഷം മുഴുവൻ പേനയാക്കുകയും ചെയ്തിട്ട് ഒരാൾ അല്ലാഹുവിന്റെ ഇൽമ് എഴുതി തീർക്കാൻ മെനക്കെട്ടാൽ, ഖുർആൻ പറഞ്ഞത് ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, അല്ലാഹുവിന്റെ വചനങ്ങൾ തീർന്നു പോകില്ല. പേനയായ വൃക്ഷങ്ങളൊക്കെ തകർന്നു പോയാലോ, മഷിയായ വെള്ളമൊക്കെ വറ്റിപ്പോയാലോ അല്ലാഹുവിന്റെ ഇൽമ് അവിടെ ബാക്കിയാകും. ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാളെ പി ഉസ്താദ് പങ്കെടുക്കുന്ന മജ്ലിസാണ്, ശൈഖുന വരുന്ന മജ്ലിസാണ്. അതിനൊരു അറിയിപ്പുമായി കൊണ്ടുവന്നവനാണ് ഈ ഉള്ളവൻ. വഅദ് പറയാൻ വന്നതല്ല. ശൈഖുന വരുന്നുണ്ട്, ആലിമീങ്ങൾ വരുന്നുണ്ട്, പണ്ഡിതന്മാര് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നവനാണ്. ഞാനതിൽ ഉദ്ധരിക്കുന്നത് ബൈബിളിലൊരു അധ്യായമാണ്. മത്തായി സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 20, 21, 22 വാചകവും. മത്തായി സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 20, 21, 22 വാചകവും മത്തായി പറഞ്ഞതായി ബൈബിളിൽ പറയുകയുണ്ടായി. മത്തായി പറയുകയാണ്, യേശുക്രിസ്തു പറഞ്ഞത്. മത്തായി ഹിക്കായത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ പിറകെ ഒരുത്തൻ വരുന്നുണ്ട്, ആ പിറകെ വരുന്നവന്റെ ചെരുപ്പിന്റെ വള്ളി ചുമക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ആരെ പറ്റി? ഹബീബ് റസൂലുള്ളാഹിനെ പറ്റി പറയുകയാണ് ബൈബിളില്. എന്റെ പിറകെ ഒരുത്തൻ വരുന്നുണ്ട്, ആ പിറകെ വരുന്നവന്റെ ചെരുപ്പിന്റെ വള്ളി ചുമക്കാനുള്ള അധികാരം എനിക്കില്ല എന്ന് പറഞ്ഞവനാണ് യേശുക്രിസ്തു. റൂഹുല്ലാഹി ഈസാ. ആ
വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. നാളത്തെ ദിവസം വരാൻ വേണ്ടി പോകുന്ന ശൈഖുനായുടെ ചെരുപ്പിന്റെ വണ്ടി ചുമക്കാൻ പോലും അർഹതയില്ലാത്ത പാവപ്പെട്ടവനിൽ മിസ്കീനിൽ ഒരു മനുഷ്യനായുള്ളവൻ. അതുകൊണ്ട് ഞാനൊരു വിളംബരത്തിന് വേണ്ടി വന്നു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എന്നോട് നിങ്ങളോടും എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നേരത്തെ അവിടെ ഉദ്ഘാടനം ചെയ്ത അബൂ സാലിഹ് സഖാഫി ഓതി വെച്ചൊരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എവിടെ എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും മുസ്ലിമായി മരിക്കണോ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അടുത്ത ദിവസം നമ്മളിൽ നിന്ന് മരിച്ചവരെത്രയാണ്? നൂറുൽ ഉലമ എം.എ. ഉസ്താദ് എവിടെ? പൊസ്റ്റോട്ട് തങ്ങൾ എവിടെ? താജുൽ ഉലമ എവിടെ? സുബ്ഹാനല്ലാഹ് നെല്ലിക്കുത്ത് ഉസ്താദ് എവിടെ? മറ്റു പല പല മശായിഖന്മാരും വലിയ ഉസ്താദുമാരും മരിച്ചുപോയി. കാസർഗോഡ് ജില്ലയിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്കുമായി വരുമ്പോൾ ടാങ്കർ ലോറിയുടെ അടിയിലേക്ക് പോവുകയാണ്. അവിടെ കടന്നു മരിക്കുകയാണ്. മിനിഞ്ഞാന്നത്തെ പത്രം വായിച്ചപ്പോൾ കരഞ്ഞു പോയി. ഹജ്ജിന് പോയ വടക്കാഞ്ചേരി സ്വദേശി 30 വയസ്സ് പ്രായമേയുള്ളൂ. 3 കുട്ടികളുടെ പിതാവാണ്. 6 മാസം ഭാര്യ ഗർഭിണിയാണ്. മിനായിലുള്ള തിരക്കിൽപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് 6 മാസം പ്രായമുള്ള കുട്ടിയെ ചുമന്നുകൊണ്ട് നടക്കുന്ന പെങ്ങള് നിലവിളിയോട് നിലവിളിയാൻ. ഷഹീദിന്റെ ദറജയുണ്ട്, ഹാജിയുടെ പ്രതിഫലമുണ്ട്. എന്നാലും പൊറുക്കാനും മറക്കാനും ഖൽബ് സമ്മതിക്കുന്നുണ്ടോ? മിനായിലുള്ള അപകടത്തിലും ഹറമിലുണ്ടായ ട്രെയിൻ അപകടത്തിലും മരിച്ചുപോയ എല്ലാ ഹാജിമാർക്കും എല്ലാ ഹാജമാർക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ശുഹദാഇന്റെ ദറജ നൽകി. ഹാജിമാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഇബ്രാഹിം നബിയുടെ കൂടെ, ഇസ്മായിൽ നബിയുടെ കൂടെ, ഹബീബ് റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ലഭിക്കട്ടെ. അവരുടെ കൂടെ പാവപ്പെട്ട നമ്മളെയും അല്ലാഹു ഒരുമിപ്പിച്ച് തരുമാറാവട്ടെ. അതുകൊണ്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഖാദിയായിരുന്നാലും ജഡ്ജിയായിരുന്നാലും വക്കീലായാലും ഗുമസ്തനായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും മരണം നമ്മുടെ പുറകിലുണ്ട് മക്കളെ. അതുകൊണ്ട് മരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മരിക്കുമ്പോൾ നമുക്ക് ഈമാനോടെ മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. സ്വർഗത്തിൽ കിടക്കണം. ഹബീബ് റസൂലുള്ളാഹിനെ ദുനിയാവെന്ന് സ്വപ്നം കണ്ട് മരിക്കണം. നാളെ സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കണം. ഖദീജ ബീവിയുടെ കൈ പിടിക്കണം. ആയിഷ ബീവിനെ പോയി കെട്ടിപ്പിടിക്കണം. സഫിയ ബീവിയുടെ അടുത്തിരിക്കണം. സിദ്ദീഖുൽ അക്ബറിന്റെ കൈ പിടിച്ച് മുത്തണം. ഹംസത്തുൽ കറാറിന്റെ കവിള് പിടിച്ച് ഉമ്മ വെക്കണം. ബഹുമാനപ്പെട്ട അമ്രുബിനുൽ ജമൂഹുതങ്ങൾ മുറിഞ്ഞ കൈ വലിച്ചെറിഞ്ഞ മഹാന്റെ കൈ പിടിച്ചൊന്നുമ്മ കൊടുക്കാൻ ഖൽബിൽ ആഗ്രഹം തോന്നുന്നില്ലേ? എങ്കിലൊരൊറ്റ മരുന്നേ ഉള്ളൂ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലണം. എന്താണ് നമുക്കുള്ള ഒരു സജഷൻ? എന്താണ് ഇതിനുള്ള നിർദ്ദേശം? നമ്മുടെ കൂട്ടത്തിൽ അധികവും പണ്ഡിതന്മാരിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ അതിന് തഫ്സീർ എഴുതിയ വലിയ പണ്ഡിതനാണ്. തഫ്സീറുൽ കബീറിന്റെ മുസന്നിഫ് ഗ്രന്ഥകർത്താവാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. ഇമാം റാസി പറഞ്ഞു, എനിക്കത് ചെല്ലാൻ കിട്ടില്ല മക്കളെ. ലോകത്തിലെ ഏറ്റവും വലിയ കിതാബ് തഫ്സീർ എഴുതിയ, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ഫഖ്റുദ്ദീൻ റാസിക്ക് പോലും മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പ്രയാസം നേരിടുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന ഒരു തബറുഖ്, ഒരു മുറബ്ബിയായ ശൈഖ് അദ്ദേഹത്തെ സഹായിക്കാൻ അവിടെ വരുന്നു. മരിക്കാൻ കിടക്കുന്ന ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ മുതുകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ റാസി ഇമാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്താകുന്നത്. ഇക്കാലത്ത് മുറബ്ബിയായ ശൈഖ് ഉണ്ടാവാം. എവിടെയാണ്, ആരാണ്, എങ്ങനെയൊക്കെയാ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഈ കാലഘട്ടം കലുഷിതമായ കള്ളശൈഖന്മാരും കപട ശൈഖന്മാരും ആളെ പറ്റിക്കുന്നവരും ജാഹിലീങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസത്തെ കപടപ്പെടുത്തുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം. കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കഴിഞ്ഞതിന്റെ മേലത്തെ കൊല്ലം ഞാൻ കാസർഗോഡ് നിന്നൊരു വയല് കഴിഞ്ഞ് പോകുക. നേഷണൽ ഹൈവേ തീരത്ത് ഇതുവരെ കാണാത്തൊരു വലിയ ബോർഡ്,
ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ജിന്ന് ഹാദിർ. എന്താ ജിന്ന് ഹാദിർ എഴുതി വെച്ചിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഹാദർ ഉണ്ടാകും. ശനി ഞായർ ദിവസം മുടക്കമായിരിക്കും. ഗവൺമെന്റിൽ ശനി ഞായർ മുടക്കാം, ജിന്നിന് ഹോളിഡേയാണ്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി അവിടെ നിർത്തണം, ഈ റോട്ടിൽ കൂടാണ്ട് വിടുക. അപ്പൊ ഗവൺമെന്റ് വണ്ടിയാണ്. വണ്ടി ഇങ്ങനെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് പോണപ്പോൾ ആൾക്കാർ ഇറങ്ങി നോക്കണ്ട്. അപ്പൊ ഞാൻ തലയൊക്കെ ഊരിയ കാറിൽ അവിടെ വെച്ചു. ഇനിയിപ്പോൾ അത് മൊയിലാരാന്ന് മനസ്സിലാവണ്ട, വല്ല ഉദ്യോഗസ്ഥനാണ് കണക്ക് കൊട്ടിക്കോട്ടെ. അടുത്തൊരു പള്ളി പോയിട്ട് ചോദിച്ചു, ഈ ജിന്ന് ഹാദറുള്ള സ്ഥലം ഏത്? ഉസ്താദേ കാണുന്ന വീടാണ്, അതന്നെയാണ്. ഇന്ന് ഹാദറില്ല, അന്ന് ഹാദറില്ലാത്ത ദിവസമാണോ? ഓ ശരി, എന്നാലും പോയോക്കാം, എമർജൻസി ലാൻഡിങ് വല്ലതും കിട്ടിയാലോ. അങ്ങനെ ഉണ്ടല്ലോ അടിയന്തര സന്ദേശം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനവിടെ ചെന്നപ്പോൾ ഒരു പാവ ഒരു മുത്താലിമാണ് ഹാദറാവുന്നത്. എന്നെ കണ്ടപ്പോഴേ ഓടി വന്നിട്ട് പറഞ്ഞു, പൊന്നാര ഉസ്താദേ ഇന്ന് ഹാദറില്ല കേട്ടോ, ഉസ്താദ് എന്നെ സഹായിക്കണം, ഉസ്താദ് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ഇവങ്ങനെ കിടന്ന് ഉരുളുക. ഞാൻ ചോദിച്ചു, പൊന്നു മോനെ എന്തിനാണ് ഈ ജിന്ന് ശൈത്താൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? വരുന്നവർക്ക് ഖുൽ ഹുവല്ലാഹു ഊതിയിട്ട് വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ തന്നെ മാറുമല്ലോ. സൂറത്തുൽ ഫാത്തിഹ ഊതിയ മന്ത്രിച്ചു കൊടുത്തിട്ട് വിഷം സഹാബത്ത് ഇറക്കിയത് ബുഖാരിയിലില്ലേ? മന്ത്രിക്കുന്നതിന് തെളിവുണ്ടല്ലോ. ഞാൻ എപ്പോഴും അതിന് ആ വിശ്വാസങ്ങളൊക്കെ എവിടെ വെച്ചും ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിംഗ് കഴിഞ്ഞ് വരുന്നു. ഈ ഗവൺമെന്റ് കാറിലാണ് വരുന്നത്. ഈ തലയെക്കെട്ടും തൊപ്പിയും താടിയും വെച്ചിട്ട് കോട്ടൊന്നുമില്ല. കോട്ട് ഇവിടെ വന്ന് പഞ്ഞു വല്ല തണുപ്പുണ്ടെങ്കിലും വെച്ചിട്ട് എടുത്തിട്ട് സാധാരണ വേഷത്തിൽ എന്നെ ഞാൻ പോണത് മൂല്യരായിട്ട് കോടതിയിൽ ഈ കോലത്തിൽ എന്നെ ഇരിക്കുന്നത്. അപ്പോഴേ സിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ആലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. വണ്ടി അവിടെ വന്നപ്പോൾ ബ്ലോക്കായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റുന്നില്ല. വണ്ടി അവിടെ നിർത്തി. ആ സമയത്ത് ഒരു പെണ്ണുങ്ങൾ ഒരു കുട്ടിയുടെ കയ്യും പിടിച്ച് ഒരു ഉമ്മച്ചി ഇങ്ങനെ പോണ പറഞ്ഞിട്ട പെണ്ണ് തലയെക്കെട്ട് കെട്ടിയ ഒരു ഉസ്താദ് വണ്ടിയിലിരിക്കുന്ന കണ്ടപ്പോ ലൈറ്റും ബോർഡൊന്നും വായിക്കാനൊന്നും നോക്കിയില്ല. എന്റെ അടുത്ത് വന്നു. ഞാൻ വിചാരിച്ചു പോലെ ധർമ്മം കൊടുക്കാനാച്ചിട്ട് 5 റുപ്യ കൊടുത്തു. കാരണം ഒരു കുട്ടീനെ കൈ പിടിച്ച് വന്നിരിക്കല്ലേ, എന്തേലും കൊടുത്തു കളയാ. മുസ്ലിം ഒരു പറഞ്ഞ കെട്ടതാണല്ലോ, അല്ല അമറില്ല നടക്കണത്. ഉസ്താദെ ഞാൻ കാശ് മേടിക്കാനല്ല, എന്റെ കുട്ടീനെ ആശുപത്രി കൊണ്ടുവരിക. പനി പിടിച്ചിട്ട് കുറേ ദിവസമായി. ഉസ്താദ് ഈ കുട്ടീനെ ഒന്ന് മന്ത്രിച്ചു തരണമെന്ന് പറഞ്ഞു. വണ്ടി ബ്ലോക്കായി കിടക്കാൻ. ഏത് സമയത്ത് മുന്നിലെ വണ്ടി പോയാലും നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഒരു പണിക്ക് ഒന്ന് സൈഡാക്കി. വണ്ടി സൈഡാക്കി. ആ റോട്ടിൽ നിൽക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഞാൻ കാറിൽ നിന്ന് കൈ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തൈനി ആയത്തുൽ കുർസി റസൂലുള്ളാഹി മന്ത്രിക്കാൻ പറഞ്ഞ മന്ത്രം ചൊല്ലി ഊതി അല്ലാഹുമ്മ ഇശ്ഫി 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 3 ഊത്ത് കൊടുത്തു. ഇത് അപ്പുറത്ത് ഹൈവേ പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അത് കണ്ടിട്ടില്ല. പട്ടാപ്പകലിൽ ഒരു ജഡ്ജി മന്ത്രവാദം ചെയ്യാൻ ഇത് കണ്ടപ്പോ ആ പോലീസുകാരെ കൂടെ ഓടി വന്നു. ഞാൻ വിചാരിച്ചു അത് വന്നപ്പോ കുഴപ്പമൊന്നുമില്ല, നമ്മളെ മൂക്കിൽ വലിക്കാനൊന്നും പറ്റില്ല, നിയമവകുപ്പൊക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു കുളത്തുണ്ടാക്കിയിട്ട് നാളെ അത് മീഡിയകളിൽ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ എഴുതാൻ നിൽക്കുന്ന കാലാണല്ലോ. എല്ലാരും ഇപ്പൊ ഇതെടുക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഹെഡ്ലൈനിൽ വരുമോ എന്ന് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഈ പോലീസുകാർ ഓടി വന്നു, ഉരിവാലെ വന്നതാണ്. എന്നെ വന്നിട്ട് വന്നു, സാറേ ഞങ്ങള് ആ നിൽക്കുന്നത് SI ഉണ്ട്, ഞാനുണ്ട്. സാറിപ്പോ ആ കുട്ടീനെ മന്ത്രിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങള് ഈ ഹൈവേ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ അനാവശ്യം ഉറക്കു വരിക. അതുകൊണ്ട് സാറ് ഞങ്ങളെ ഒന്ന് മന്ത്രിച്ചു തരണം. കേസെടുക്കാനല്ല, മന്ത്രിക്കാണ്, സമാധാനം. കാശൊന്നും പോലീസുകാരെത്തും തൽക്കാലം കിട്ടില്ല, ഇരുമ്പ് കുടിച്ച വെള്ളം കെടുക്കലില്ല. എന്നാലും വേണ്ടില്ല, മന്ത്രിച്ചു കൊടുത്തു. ആ മുസ്ലിമീങ്ങളായ പോലീസുകാരൻ അവിടെ വന്നുകൊണ്ട് മന്ത്രിക്കുകയാണ്. അവരുടെ തലയിൽ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹ ചൊല്ലി അല്ലാഹുവേ ഹിദായത്ത് കൊടുക്കണേ, ഈമാൻ കൊടുക്കണേ, ഇസ്സത്തോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് മന്ത്രിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ വിശ്വാസം. നമ്മുടെ നാട്ടിലിപ്പോ ഹിന്ദു സഹോദരന്മാര് നമ്മളോട് വളരെ ഐക്യത്തിലല്ലേ ജീവിക്കുന്നത്? നമ്മുടെ പള്ളിക്ക് അവർ സംഭാവന തരുന്നില്ലേ? നമ്മുടെ മദ്രസക്ക് അവർ സംഭാവന തരുന്നില്ലേ? ഹിന്ദു സഹോദരന്മാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം? അക്രിം ജാറക വലൗ കാന കാഫിറൻ, അയൽപക്കത്ത് താമസിക്കുന്നവൻ അമുസ്ലിമായെങ്കിലും അവനെ ബഹുമാനിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലേ?
ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയില്ല. മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ കാത്തു സൂക്ഷിക്കണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ മനുഷ്യന്മാരാണ്. മാനവികത ഉയർത്തിപ്പിടിക്കണം. അതാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് കർണാടകയിൽ യാത്ര നടത്തിയിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സ്വാമിനി സന്യാസിനി അച്ഛനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും നിരീശ്വരവാദിനി എല്ലാവരും ഒരൊക്കൊടക്കീഴിൽ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ കർണാടകയിൽ വലിയ യാത്ര തന്നെ നടത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അപ്പോ ഏത് പൊസിഷനിലിരുന്നാലും നമ്മളുടെ വിശ്വാസത്തിന് ഒരു കളങ്കവും നമ്മൾ വരുത്താൻ പാടില്ല. നമുക്കൊക്കെ വലുത് ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാ നാസൻ ബിഇബിലിൻ മുസ്സിലാ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ മരിച്ചു പോകണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനും ഒരു നിർദ്ദേശം നിങ്ങളുടെ കയ്യിൽ തന്ന് ഞാൻ എൻ്റെ പരിപാടി സമാപിക്കാൻ പോകുകയാണ്. ഈ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരും ആ കസേരയിൽ നിന്ന് ഒരു 5 നിമിഷം നിൽക്കാൻ കഴിവുള്ളവരൊക്കെ ഒന്ന് നിൽക്കണം. താക്കത്തില്ലാത്തവർ അവിടെ ഇരിക്കാം, നിൽക്കാൻ വിഷമമുള്ളവർക്ക് അവിടെ ഇരിക്കാം. അല്ലാത്ത പുരുഷന്മാരൊക്കെ ഒന്ന് നിൽക്കണം. റോഡിൽ എല്ലാ സത്യവിശ്വാസികളും ഒരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ കരുതരുത്. ഗ്രൂപ്പിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരു തരവും നമ്മൾ മനസ്സിൽ കരുതാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഈ ഗ്രൗണ്ടിന്റെ അകത്തേക്ക് എല്ലാവരും ഒന്ന് കടന്നു വരണം. മക്കളെ, ആ മുമ്പിൽ നിൽക്കുന്നവര്, ആ കസേരയിലിരിക്കുന്നവര്, ആ റോഡിൽ നിൽക്കുന്നവര്, സംഘാടകര്, മുത്തഅല്ലിമീങ്ങള്, അതുപോലെ മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാര്, സാധാരണക്കാരായ എല്ലാ ആളുകളും നമ്മുടെ മജ്‌ലിസിലേക്ക് പുരുഷന്മാര് എല്ലാവരും ഒന്ന് കടന്നു വരണം. എന്തിനാ നിങ്ങളെ വിളിക്കുന്നത്? പണം വാങ്ങാനല്ല, കാശ് വാങ്ങാനല്ല. അല്ലാഹു തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നമ്മൾ മരിച്ചു പോകാൻ പാടില്ല. അത് അല്ലാഹു നമുക്ക് തന്ന വാണിംഗ് ആണ്, ലാസ്റ്റ് വാണിംഗ് ആണ്. അല്ലാഹു നമുക്ക് തന്ന ഭാഗ്യമാണ്. മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി ജീവിക്കുന്നു. ഇനി അല്ലാഹു തആല നമുക്ക് തരുന്ന മഹാഭാഗ്യമാണ് നമ്മൾ മുസ്ലിമായി മരിക്കുക എന്നുള്ളത്. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്? ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ലോകത്തുനിന്നൊരു മുസ്ലിമായ ആണ്, ഒരു മുസ്ലിമത്തായ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അവൾ നരകത്തിലല്ല, അവൻ നരകത്തിലല്ല. ഹബീബ് റസൂലുള്ളാഹിനെ ഒരു വട്ടം സ്വപ്നം കണ്ടവരാരെങ്കിലും ഈ മജ്‌ലിസിലുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ നെഞ്ചത്ത് കൈവച്ചുറപ്പിച്ചോ. അഹംഭാവം വെക്കണ്ട, അഹന്ത വേണ്ട, ധിക്കാരം വേണ്ട. ആ ശരീരം സ്വർഗത്തിൽ, നരകത്തിലല്ല. അവൻ സ്വർഗത്തിലാണ്. വാറണ്ടിയാണ്, ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി അല്ലാതെ ദുനിയാവെന്ന് നമുക്കൊന്നും കിട്ടാനില്ല. ആ ഗ്യാരണ്ടി കാർഡ് കിട്ടാൻ എന്ത് വേണോ? റസൂലുള്ളാഹിനെ പ്രേമിക്കണം. നമ്മൾ റസൂലുള്ളാഹിനെയും പ്രേമിക്കണോ? റസൂലുള്ള നമ്മളെ പ്രേമിച്ചു എന്നതിന്റെ തെളിവെന്താണ്? റസൂലുള്ളാഹിനെ നമ്മൾ മനാമിൽ, സ്വപ്നത്തിൽ കാണലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹബീബിലേക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അത് നമുക്കൊക്കെ അറിയാം. ആ സ്വലാത്തുകളുടെ രാജാവായ സ്വലാത്താണ് സ്വലാത്തു താജ്. ഞാൻ എല്ലാ വാദിന്റെ മജ്‌ലിസിലും 27-28 കൊല്ലമായി നടക്കുന്ന എൻ്റെ വാദിന്റെ മജ്‌ലിസിലൊക്കെ മുടങ്ങാതെ പറയുകയും ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വലാത്താണ് സ്വലാത്തു താജ്. എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട നാളവിടെ വരുന്ന ഖമറുൽ ഉസ്താദിന്റെ ഷെയ്ഖ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ ഷെയ്ഖ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹിമാൻ കുഞ്ഞിക്കോയ തങ്ങൾ, ഉള്ളാൾ തങ്ങളുടെ ഷെയ്ഖ് ഒക്കെ തബറുഖിന്റെ ഷെയ്ഖായിരുന്നു. ആ ഷെയ്ഖ് തന്നെയാണ് എന്റെയും ഷെയ്ഖ് സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി, അഞ്ചങ്ങാടി, ചാവക്കാട്, കടപ്പുറം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തിന്റെ ദറജ കൊണ്ട് ഉയർത്തി വലിയ പവർ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. മഹാനായ തങ്ങളിൽ നിന്നാണ് എളിയവൻ ഖാദിരിയ, റിഫാഇയ, നക്ഷബന്ദിയ, സലാത്തു താജ് തുടങ്ങിയ ഇജാദത്തുകളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരും അവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഷെയ്ഖുനെ നിർദ്ദേശിച്ചതാണ് 2 കാര്യം എന്നോട്. ഒന്ന്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാദ പറയുമ്പോൾ മോനെ, പള്ളിക്കും മദ്രസക്കും യതീംഖാനക്കൊക്കെ വേണ്ടി ധാരാളം പണം പേടിക്കണം. അക്കൂട്ടത്തിൽ നമ്മുടെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കണം കേട്ടോ. അവരെ കാതിൽ കിടക്കുന്ന കമ്മല്, അവരെ കയ്യിൽ കിടക്കുന്ന മോതിരം, അവരുടെ കഴുത്തിൽ കിടക്കുന്ന മാലമണികള് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാങ്ങിച്ചോ. അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ സമ്മതമുണ്ട്. ആ സമ്മതത്തിന്റെ വെളിച്ചത്തിൽ ഈ ഉള്ളവൻ അനവധി നിരവധി മജ്‌ലിസുകളിൽ 10,000 അല്ല, 20,000 അല്ല, 50,000 പവൻ അധികം സ്വർണം. എന്റെ ഒരു മൊത്തലക്കം കണക്ക് പ്രകാരം പറയാം, 50,000 പവൻ സ്വർണം
ഈ എളിയവന്റെ കൈകൊണ്ട് വാങ്ങിയിട്ട് പള്ളിക്കും മദ്രസകൾക്കും ഇതുപോലത്തെ ദീനീ സ്ഥാപനങ്ങൾക്കും കൊടുക്കാൻ കഴിഞ്ഞു. AP ഉസ്താദ് കേരളത്തിൽ ഇന്ത്യയിൽ 2000-3000 പള്ളി ഉണ്ടാക്കിയപ്പോ BBC ന്യൂസില് 17,000 22,000 കിണർ കുടിച്ചതിന്റെ പേരില് ശൈഖുനായുടെ പേര് പബ്ലിസിറ്റി വരുമ്പോ ഇതിലൊന്നും അത്രയൊന്നും കേറാനുള്ള പവറൊന്നും ഈ ലൈഫിങ്ങളായ നമുക്കില്ല. ഈ ഒച്ചമ്പിളി ഉണ്ടാക്കിയിട്ട് ഈ നാക്കിന്റെ തുമ്പത്തിൽ നിന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് 500, 10,000, 25,000 ഒക്കെ തന്നത് പള്ളിക്കും മദ്രസക്കും ദീനി സ്ഥാപനത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു സ്ഥാപനം ഉയർന്നു വന്നാൽ നിങ്ങൾക്കും കൂലിയുണ്ട്, എനിക്കും കൂലിയുണ്ട്. അള്ളാഹു അത് ഇഖ്ലാസോടെ നൽകി സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നിങ്ങളെ വിളിച്ച ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വപ്നം കാണണം നമുക്ക് മരിക്കുന്നതിന് മുമ്പേ, എന്നാൽ നമ്മൾ രക്ഷപ്പെടുന്നു. അതിനുവേണ്ടി ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ സ്വലാത്തു താജ് മുറുകെ പിടിക്കണം. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. ഐ ഗ്യാരണ്ടി, ഐ വാറണ്ടി, ഐ എഗ്രിമെന്റ്. ധൈര്യസമേതം പറയാം. 1 അല്ല 10 അല്ല 10,000 വട്ടം നിങ്ങൾ കാണും. ഇഖ്ലാസോടെ ചൊല്ലി നോക്ക്. കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നവരെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഒരു വട്ടം സ്വലാത്തു താജ് ചൊല്ലിത്തരാ, അതിന്റെ ശേഷം പേര് വായിച്ചുകൊണ്ട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ومصطفانا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراك واللم دافع البلاء والوباء والقحط والمرض والألم. اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم. جسمه مقدس معطر مطهر منور في البيت والحرم. شمس اللغى بدر الدجى صدر الأولى نور الهدى كف الوراء مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم. والله عاصمه وجبريل خادمه والبراك مركبه والمعراج سفره والسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده. سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وأتباعه وأحبابه وسلموا تسليما. അർഹമർറാഹിമായ രാജരക്ഷിതാവായ തമ്പുരാനെ, ഈ പരിപാടിയുടെ ആദ്യം മുതൽ ഇതുവരെ വന്നതും പറഞ്ഞതും തന്നതും കൊടുത്തതും വാങ്ങിയതും എല്ലാം നീ സ്വീകരിച്ച് കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാ ആണ് പെണ്ണുങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് ഇതിന്റെ ഖിദ്മത്തിലായി നൽകണമല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഹബീബ് റസൂലുള്ളാഹിന്റെ പേരിൽ, സലാത്തിന്റെ പേരിൽ, ദാനധർമ്മ സദഖകളുടെ പേരിൽ പാവപ്പെട്ട ഞങ്ങൾക്ക് വിട്ടുപുറത്ത് അഫ്വാക്കി മാപ്പാക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അന്തസ്സ് നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, മുസ്ലിം ലോകത്തിന് ഐക്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജോലി, കൃഷി, ഇടപാടുകൾ, കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് മതിയായ ജോലി നൽകണേ അല്ലാഹ്. കച്ചവടക്കാരന്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കൃഷിക്കാരുടെ കൃഷികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ കല്ലുകുടിയന്മാരാക്കല്ലേ അല്ലാഹ്. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരിമാരെ അന്യന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്ന നാണപ്പേരുണ്ടാക്കുന്നവരാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്ന ഉമ്മമാരില് പാവപ്പെട്ട യുവാക്കള്, പടച്ചവനെ, ഞങ്ങളുടെ യുവാക്കളെയും ഉമ്മമാരെയും നീയാക്കണേ അല്ലാഹ്. ഈ നാട് ദീനിന്റെ ഖൈറിന്റെ സലാഹിന്റെ ഫലാഹിന്റെ നാടാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ കാരണക്കാരനായ ഇബ്രാഹിം ഉസ്താദിന്റെ ഖബർ സ്വർഗ്ഗത്തിന്റെ ദറജ കൊണ്ട് ഉയർത്തണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചിട്ടുണ്ട്. പൊസോട്ട് തങ്ങൾ മരിച്ചിട്ടുണ്ട്.
നൂറുൽ ഉലമ മരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. മറ്റു പല പണ്ഡിതന്മാരും പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. അവരുടെ ഖബറുകൾക്ക് വെളിച്ചം നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഇന്നത്തെ ജമാഅത്തിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും ഒരുപാട് മരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാപ്പമാര് മരിച്ചിട്ടുണ്ട്, ഉമ്മമാര് മരിച്ചിട്ടുണ്ട്, ഉസ്താദുമാര് മരിച്ചിട്ടുണ്ട്, സഹായിച്ചവര് മരിച്ചിട്ടുണ്ട്, സഹകരിച്ചവര് മരിച്ചിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഈ വഅൽ നീ ഖബൂലായ വഅലാക്കണേ അല്ലാഹ്. ഉഖറവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും പാവപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും ചേർക്കണേ അല്ലാഹ്, ചേർക്കണേ അല്ലാഹ്. പടച്ചവനെ ക്യാൻസർ, എബോള, എയ്ഡ്സ്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മാറാവ്യാധികൾ, മഹാവ്യാധികൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലോ നൽകല്ല അല്ലാഹ്, നൽകല്ല അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ട് ഈ ലോകത്തുനിന്ന് അവസാനമായി കൺകുളിർക്കന വിധങ്ങളുടെ സ്വപ്നം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരുപാട് കാലം ദീനുൽ ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഇൽമിൻ ആഫിയായ ഇൽമാക്കണേ അല്ലാഹ്. നിന്റെ പക്കൽ നിന്നുള്ള ലദുന്നിയായ ഇൽമ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പക്കൽ നിന്നുള്ള ലദുന്നിയായ ഇൽമ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും സകല ഹലാലായ മുറാദുകളും വീട്ടിക്കൊടുക്കണേ അല്ലാഹ്, വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും ഖായിബാക്കി മടക്കല്ല അല്ലാഹ്, നിസ്സാരക്കാരാക്കി മടക്കല്ല അല്ലാഹ്. പടച്ചവനെ, മാനക്കേടാക്കല്ല അല്ലാഹ്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം മുഴുവൻ അന്തസ്സോടെ, അഭിമാനത്തോടെ, ഇസ്സത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് പാവപ്പെട്ട ഞങ്ങളെല്ലാവർക്കും നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സംഭാവന പറഞ്ഞിട്ടുണ്ട്, വഅൽ കേട്ടിട്ടുണ്ട്, ഓൺലൈനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, UAE-യിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഒമാനിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന്, മദ്രാസിൽ നിന്ന്, മംഗലാപുരത്തിൽ നിന്ന്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട്, നൽകണേ അല്ലാഹ്. അന്യമതക്കാര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാഹ്. ഈ നാട് ഖൈറിന്റെ ബർക്കത്തിന്റെ ഇസ്സത്തിന്റെ സലാമത്തിന്റെ നാടാക്കണേ അല്ലാഹ്, ഇൽമിന്റെ നാടാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ യാതൊരുവിധ ചേരിതിരിവും അനൈക്യവുമില്ലാതെ ഐക്യത്തിലായി റാഹത്തിലായി നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിബറകത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പള്ളി ഉദ്ഘാടനം നാളെ ഇവിടെ നടക്കുകയാണ്. അതിലെല്ലാം നിങ്ങൾ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സാധുവായി എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വിനയത്തോടെ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.